ഉപതെരഞ്ഞെടുപ്പിനുള്ള ചിത്രം തെളിഞ്ഞു. മത്സരരംഗത്ത് 699 സ്ഥാനാർത്ഥികൾ. വോട്ടെടുപ്പ് ഫെബ്രുവരി 3-ന്. പ്രചാരണം ശക്തമാക്കി മുന്നണികൾ. രാമക്ഷേത്രം തുറന്നതോടെ മുഖച്ഛായ മാറി അയോധ്യ. കഴിഞ്ഞ വർഷം എത്തിയത് 1.5 കോടി സഞ്ചാരികൾ. വൻകിട ഹോട്ടലുകളും ബാങ്കുകളും അടക്കം ശാഖകൾ തുറന്നു. പ്രാൺ പ്രതിഷ്ഠ വാർഷികത്തിന് ഇനി 2 ദിവസം. അമേരിക്കയിൽ സുവർണയുഗപ്പിറവി എന്ന് പ്രഖ്യാപിച്ച 2ാം ഡൊണാൾഡ് ട്രംപ് ഭരണത്തിന് തുടക്കം. മെക്സിക്കൻ അതിർത്തിയിൽ അടിയന്തരാവസ്ഥാ പ്രഖ്യാപനം. ചൈനീസ് ആധിപത്യത്തിൽ നിന്ന് പാനമാ കനാൽ തിരിച്ചെടുക്കും. അമേരിക്കയിൽ ട്രാൻസ്ജെൻഡേഴ്സിന് ഇനി ഇടമില്ലെന്നും പ്രസിഡന്റ് ട്രംപ്. വിശദമായ വാർത്തകൾ നോക്കാം. കൂത്താട്ടുകുളത്ത് CPM വനിതാ കൌൺസിലറെ CPM പ്രവർത്തകർ തന്നെ തട്ടിക്കൊണ്ടുപോയ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി പ്രതിപക്ഷം. കൂത്താട്ടുകുളത്ത് CPM വനിതാ കൌൺസിലർ കലാരാജുവിനെ CPM പ്രവർത്തകർ പൊതുജന മധ്യത്തിൽ വസ്ത്രാക്ഷേപം ചെയ്തെന്നും പോലീസ് ഒത്താശയോടെയായിരുന്നു തട്ടിക്കൊണ്ടുപോകലെന്നുമാണ് പ്രതിപക്ഷ ആരോപണം. വിവരങ്ങളുമായി VV അരുൺ ചേർന്നു. അരുൺ, നമ്മൾ രാവിലെ സംസാരിച്ചപ്പോൾ പറഞ്ഞിരുന്നു ഈ വിഷയത്തെ എന്തായാലും ഒരു വലിയ രാഷ്ട്രീയ പ്രശ്നമാക്കി മാറ്റാൻ തന്നെയാകും പ്രതിപക്ഷം ഒരുങ്ങുക എന്ന് നമ്മൾ ഊഹിച്ചിരുന്നു. ഇപ്പോൾ അടിയന്തര പ്രമേയത്തിനാണ് നോട്ടീസ് നൽകിയിട്ടുള്ളത്. എന്തൊക്കെയാണ് ഏറ്റവും പുതിയ വിവരങ്ങൾ? കൂത്താട്ടുകുളം നഗരസഭയിലെ CPM വനിതാ കൗൺസിൽ കലാരാജുവിനെ CPM നേതാക്കളും ഗുണ്ടകളും പൊതുജന മധ്യത്തിൽ വസ്ത്രാക്ഷേപം ചെയ്യുകയും പോലീസ് ഒത്താശയോടെ തട്ടിക്കൊണ്ടുപോവുകയും ചെയ്ത സംഭവം സഭ നിർത്തിവെച്ച് ചർച്ച ചെയ്യണമെന്നാണ് പ്രതിപക്ഷത്തിന്റെ ആവശ്യം. അവിടെ ഉണ്ടായ സംഭവങ്ങളുടെ പേരിൽ കേസിൽ പ്രതിയായ അനൂപ് ജേക്കബാണ് ഈ നോട്ടീസ് നൽകിയിരിക്കുന്നത്. 10 മണിയോടുകൂടി ഈ നോട്ടീസ് സഭ പരിഗണിക്കാനാണ് സാധ്യത. ഇപ്പോൾ സഭാ നടപടികൾ ആരംഭിച്ചിട്ടുണ്ട്. ആദ്യം ചരമോപചാരമാണ്. മുൻമന്ത്രി MD പത്മ, കൊണ്ടോട്ടി മുൻ MLA K മുഹമ്മദുണ്ണി ഹാജി, സാഹിത്യകാരൻ MD വാസുദേവൻ നായർ എന്നിവർക്ക് സഭ ചരമോപചാരം അർപ്പിക്കും. അതിനുശേഷം ശ്രദ്ധ ക്ഷണിക്കലേക്ക് കടക്കും. സബ്മിഷനും പരിഗണിച്ച ശേഷമാകും 10 മണിയോടുകൂടി. ഇന്ന് ഇനിയുള്ള 3 ദിവസം ചോദ്യോത്തരവേള ഉണ്ടായിരിക്കില്ല. നേരത്തെ തന്നെ ചോദ്യോത്തരവേള സസ്പെൻഡ് ചെയ്തിരുന്നു. അതുകൊണ്ട് നേരിട്ട് ശൂന്യങ്ങളിലേക്കാണ് സഭ കടക്കുന്നത്. 10 മണിയോടുകൂടി ഈ റൂൾ 50 നോട്ടീസ് അവതരിപ്പിക്കാൻ പ്രതിപക്ഷ അനൂപ് ജേക്കബിന് അവസരമുണ്ടാകും. അടിയന്തര പ്രാധാന്യമുള്ള വിഷയങ്ങളാണ് റൂൾ 50 കൊണ്ടുവരേണ്ടത്. കഴിഞ്ഞ ദിവസം സംഭവം എന്ന രീതിയിൽ നോട്ടീസ് അവതരിപ്പിക്കാൻ അനൂപ് ജേക്കബിനെ അനുവദിക്കാൻ തന്നെയാണ് സാധ്യത. മുഖ്യമന്ത്രി പിണറായി വിജയനാണ് മറുപടി പറയേണ്ടത്. എങ്ങനെയാണ് സർക്കാർ CPM ഈ വിഷയത്തെ പ്രതിരോധിക്കുക? കാരണം പരാതിക്കാരി CPM ആണ്, CPMന്റെ കൗൺസിലറാണ്. അവരെയാണ് തട്ടിക്കൊണ്ടുപോയെന്ന ആരോപണവും കേസുകളും ഉള്ളത്. അതുകൊണ്ട് തന്നെ അത് അത്ര എളുപ്പത്തിൽ പ്രതിരോധിക്കാവുന്ന വിഷയമല്ല. CPMന് പ്രശ്നം പരിഹരിക്കാൻ അവിടെ CPM പ്രാദേശികമായി ശ്രമം നടത്തുമ്പോഴും കലാരാജു തന്റെ ആരോപണത്തിൽ ഉറച്ചു നിൽക്കുകയാണ്. CPM തന്നെ തട്ടിക്കൊണ്ടുപോയി സ്ത്രീത്വത്തെ അവഹേളിക്കും വിധം പ്രവർത്തിച്ചു. തന്റെ വസ്ത്രം പോലും പൊതുജന മധ്യത്തിൽ ഊരിപ്പോകുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ കൊണ്ടുവന്നു എന്ന ഗുരുതരമായ ആരോപണമാണ് കലാരാജു ഉന്നയിക്കുന്നത്. അതിന് സഭയിൽ പ്രതിപക്ഷം നിന്ന് ശക്തമായി തന്നെ ഉന്നയിക്കാനാണ് തീരുമാനം. പ്രതിപക്ഷത്തിൽ നിന്ന് അനൂപ് ജേക്കബാണ് നോട്ടീസ് നൽകിയിരിക്കുന്നത്. ശ്രീജ, കൂത്താട്ടുകുളം പ്രശ്നം. കൂത്താട്ടുകുളത്ത് CPM കൗൺസിലറെ CPM പ്രവർത്തകർ തന്നെ കടത്തിക്കൊണ്ടുപോയി അവരോട് മോശമായി പെരുമാറി എന്നതൊക്കെയുള്ള ആ പരാതിയാണ് ഇപ്പോൾ നിയമസഭയിലേക്കും എത്തുന്നത്. അടിയന്തര പ്രമേയവുമായി പ്രതിപക്ഷം രംഗത്തെത്തിയിരിക്കുന്നു. ഇത് വലിയൊരു വിഷയമാക്കി മാറ്റാൻ തന്നെയാണ് സ്വാഭാവികമായും UDF തീരുമാനിച്ചിട്ടുള്ളത്. അനൂപ് ജേക്കബാണ് ഈ വിഷയത്തിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയിട്ടുള്ളത്. അതേസമയം ഈ കേസിൽ കൌൺസിലർ കലാരാജുവിന്റെ രഹസ്യമൊഴി ഇന്ന് രേഖപ്പെടുത്തും. കോലഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മാജിസ്ട്രേറ്റ് കോടതിയിലാണ് മൊഴി രേഖപ്പെടുത്തുക. കേസിൽ അറസ്റ്റിലായ CPM ബ്രാഞ്ച് സെക്രട്ടറി ഉൾപ്പെടെയുള്ള 4 പേരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കും. കേസിൽ കൂടുതൽ അറസ്റ്റ് ഉണ്ടായേക്കുമെന്നും സൂചനയുണ്ട്. ഈ പരാതിയിൽ നിയമ നടപടികളുമായി പോലീസ് മുന്നോട്ട് പോകുന്നതിനിടെയാണ് ഇന്നിപ്പോൾ ഇത് വലിയ സമ്മർദ്ദമായി നിയമസഭയിലേക്ക് കൂടി കൊണ്ടുപോകുന്നത്. UDF-നോട് അനുഭാവം പുലർത്തി അല്ലെങ്കിൽ CPM-നൊപ്പം നിൽക്കില്ല എന്ന ആശങ്കയിലാണ് കലാരാജുവിനെ തട്ടിക്കൊണ്ടുപോയത് എന്നാണ് അവർ ആരോപിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇതൊരു രാഷ്ട്രീയ വിഷയമായി തന്നെ UDF ഉയർത്തുകയാണ്. ഒരു നഗരസഭയിൽ അവിശ്വാസ പ്രമേയം ജയിക്കാൻ അല്ലെങ്കിൽ അവിടെ ഭരണം നിലനിർത്താൻ ഏതറ്റം വരെയും പോകുന്നവരാണ് CPM-കാർ എന്ന നിലയ്ക്കാണ് UDF ഈ വിഷയത്തെ മുന്നോട്ട് വയ്ക്കുന്നത്. ഇന്ന് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് ഈ വിഷയത്തിൽ നോട്ടീസ് നൽകുന്നതിനിടെയാണ് ഇന്ന് ഈ കലാരാജുവിന്റെ രഹസ്യമൊഴി രേഖപ്പെടുത്താനുള്ള നീക്കം.
ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, ഇത് നിയമസഭയിലേക്ക് വരികയാണ്. വലിയ രീതിയിൽ സമ്മർദ്ദം സ്വാഭാവികമായും ഉണ്ടാകും. എന്തുകൊണ്ട് ഇതിൽ പെട്ടെന്നുള്ള നടപടികളിലേക്ക് പോയില്ല എന്ന ചോദ്യമൊക്കെ ഇപ്പോൾ നിയമസഭയിൽ അല്പസമയത്തിനകം ഉയരാനിരിക്കെ എന്തൊക്കെയാണ് അവിടെ നടക്കുന്ന നിയമ നടപടികൾ? ശ്രീജ, ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ഒരു രഹസ്യമൊഴി എടുക്കുന്നു എന്നതാണ് ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ടതായ ഒരു കാര്യം. രഹസ്യമൊഴി എടുക്കുവാനുള്ളൊരു ഇന്നാണ് സമയം അനുവദിച്ചിരിക്കുന്നത്. കോലഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് മൊഴിയെടുപ്പ് ഉണ്ടാകുക. ഇന്ന് 2:30 മണിക്കാണ് ഇവരോട് ഹാജരാകാനായിട്ട് ആവശ്യപ്പെട്ടിട്ടുള്ളത്. നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. ഈ ആശുപത്രിയിലേക്ക് അവിടെ നിന്ന് ഈ സമയത്തോടു കൂടി അവരവിടേക്ക് എത്തും. അതായത് ഏതാണ്ടൊരു 11 മണിയോടുകൂടി ആശുപത്രിയിലേക്ക് എത്തുമെന്നാണ് ആശുപത്രിയിൽ നിന്ന് എത്തുമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിനുശേഷമാണ് കോലഞ്ചേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിൽ 2:30 മൊഴി രേഖപ്പെടുത്താനാണ് നിർദ്ദേശം നൽകിയിരിക്കുന്നത്. നിലവിൽ ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുകയാണ്. അതുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ തന്റെ ആരോഗ്യനിലയിൽ കുറെ ബുദ്ധിമുട്ടുകളുണ്ട്. അതുകൊണ്ട് ഡോക്ടറോട് ചോദിച്ചതിന് ശേഷം ഡോക്ടറുടെ ഒരു അനുവാദത്തോടുകൂടി മാത്രമായിരിക്കും ഇന്ന് കോടതിയിലേക്ക് എത്തുക എന്നതായിരുന്നു പറഞ്ഞിരുന്നത്. ഇപ്പോൾ അല്പസമയം മുമ്പ് അവരുമായി സംസാരിക്കുമ്പോൾ ആരോഗ്യനിലയിൽ കുറച്ചൊക്കെ ഭേദം വന്നിട്ടുണ്ട്. അതുകൊണ്ട് ഉച്ചയോടുകൂടി കോടതിയിലേക്ക് എത്തും. അതിനുശേഷം ഈ കാര്യങ്ങളുമായി ബന്ധപ്പെട്ടുകൊണ്ട് രഹസ്യമൊഴി നൽകുമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിലവിൽ 4 പേരുടെ ഒരു അറസ്റ്റ് നടപടിയാണ് ഇതുമായി ബന്ധപ്പെട്ട് രേഖപ്പെടുത്തിയിട്ടുള്ളത്. അതിൽ ബ്രാഞ്ച് സെക്രട്ടറിയുടെ അറസ്റ്റ് ഇന്നലെ ആദ്യം രേഖപ്പെടുത്തി. അതിനുശേഷമാണ് പ്രവർത്തകരായ മറ്റു 3 പേർ കൂടി പിടിയിലാകുന്നതും ഇതുമായി ബന്ധപ്പെട്ടുള്ള നടപടികളിലേക്ക് നീങ്ങിയിട്ടുള്ളത്. ഇവരെ ഇന്ന് കോടതിയിൽ ഹാജരാക്കുകയും ചെയ്യും. ഏതായാലും ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് പോലീസ് നടപടികൾ ഉണ്ടാകുന്നില്ല എന്ന ആക്ഷേപം ഉയർന്നിരുന്നു. അതിനുശേഷമാണ് ഇപ്പോൾ മറ്റ് നടപടികളിലേക്കും അറസ്റ്റ് അടക്കമുള്ള കാര്യങ്ങളിലേക്കും എല്ലാം തന്നെ കടന്നിട്ടുള്ളത്. ഇന്ന് CPM-ന്റെ ഒരു രാഷ്ട്രീയ വിശദീകരണ യോഗം ഇവിടെ കൂത്താട്ടുകുളത്ത് സംഘടിപ്പിച്ചിട്ടുണ്ട്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം CPM വിശദീകരിക്കുന്നതായി ഇത് ആസൂത്രിതമായ ഒരു ഗൂഢാലോചന ഇക്കാര്യങ്ങളിൽ കോൺഗ്രസിന്റെ ഭാഗത്തുനിന്ന് UDF-ന്റെ ഭാഗത്തുനിന്ന് നടന്നിട്ടുണ്ട് എന്നതാണ്. MLA-മാരായ അനൂപ് ജേക്കബും അതോടൊപ്പം തന്നെ മാത്യു കുഴൽനാടനുമാണ് ഇത്തരമൊരു നീക്കത്തിന് പിന്നിലെന്നാണ് ഇവരുടെ ഒരു ആക്ഷേപം. ഇത് തന്നെയായിരിക്കും സ്വാഭാവികമായും കഴിഞ്ഞ ദിവസങ്ങളിൽ വിശദീകരിക്കുന്നത്. ആ വിശദീകരണത്തിന്റെ ഒരു തുടർച്ച തന്നെ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത് CPM-ന്റെ ഭാഗത്തുനിന്ന്. എന്തായാലും രഹസ്യമൊഴി കൂടി രേഖപ്പെടുത്തുന്നതോടെ ഈ കേസുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ വകുപ്പുകൾ കൂട്ടിച്ചേർക്കാനുള്ള സാധ്യത തന്നെയാണ് നിലനിൽക്കുന്നത്. കലാരാജു പറയുന്നത് താൻ കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം തന്നെ പറഞ്ഞ കാര്യങ്ങളിൽ മറ്റൊന്നും തന്നെ പോലീസിന്റെ ഭാഗത്തുനിന്ന് നടപടികൾ ഉണ്ടാകുന്നില്ല. താൻ പലരെയും പേരടക്കമുള്ള കാര്യങ്ങൾ പറഞ്ഞിരുന്നു, തന്നെ ഉപദ്രവിച്ചവരുടെ കാര്യങ്ങൾ പറഞ്ഞിരുന്നു. പക്ഷേ അവരിലേക്കൊന്നുമല്ല നടപടികൾ ചെല്ലുന്നത് എന്നതാണ് അവർ പ്രധാനമായും തന്നെ പറയുന്നത്. എന്തായാലും ഈ രഹസ്യമൊഴി രേഖപ്പെടുത്തുന്നതോടെ കൂടുതൽ വകുപ്പുകൾ ഇതിലേക്ക് കൂട്ടിച്ചേർക്കപ്പെടും. നിലവിൽ ഏരിയ സെക്രട്ടറി അടക്കമുള്ളവർക്കെതിരെ കേസ് വന്നിട്ടുണ്ട്. ഗുരുതരമായ സ്വഭാവമുള്ള കേസുകളായി മാറാനായിട്ട് രഹസ്യമൊഴിക്ക് ശേഷം അത് ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. പോലീസ് പക്ഷപാതം കാണിക്കുന്നു എന്ന വലിയൊരു ആരോപണം UDF മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. നിലവിൽ മൂവാറ്റുപുഴ DYSP അന്വേഷണ ചുമതലയിൽ നിന്ന് മാറ്റി ആലുവ DYSPക്കാണ് ഇപ്പോൾ നിലവിൽ അന്വേഷണ ചുമതലയുള്ളത്. കേസുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള നടപടികൾ മുന്നോട്ട് പോകുന്നു. അതിൽ ഏറ്റവും സുപ്രധാനമെന്ന് പറയുന്നത് ഇന്ന് നൽകുന്ന രഹസ്യമൊഴിയാണ്. അതിൽ ഇന്നിപ്പോൾ നിയമസഭയിൽ കൂത്താട്ടുകുളം വിഷയങ്ങൾ ചർച്ചയ്ക്ക് വരുന്ന ഘട്ടത്തിൽ തന്നെയാണ് പോലീസിന്റെ കഴിഞ്ഞ ദിവസങ്ങളിൽ പോലീസിന്റെ അറസ്റ്റ് ഉണ്ടാകുന്നത്. ഇന്നിപ്പോൾ രഹസ്യമൊഴി രേഖപ്പെടുത്തുകയും ചെയ്യുന്നത്. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ നിന്ന്. പാലക്കാട്ടെ കഞ്ചിക്കോട് ബ്രൂവറി അനുവദിച്ചതിൽ മന്ത്രി MB രാജേഷിനെതിരെ നിയമസഭയിൽ അഴിമതി ആരോപണം ഉന്നയിക്കാൻ പ്രതിപക്ഷ നീക്കം. ടെൻഡർ വിളിക്കാതെ ഒയാസിസ് കമ്പനിയെ തെരഞ്ഞെടുത്തതും അനാവശ്യ തിടുക്കവും ദുരൂഹമെന്നാണ് പ്രതിപക്ഷ നിലപാട്. പ്രാരംഭ അനുമതി മാത്രമാണ് നൽകിയതെന്നും പ്രതിപക്ഷത്തിന്റെ എല്ലാ സംശയങ്ങൾക്കും സഭയിൽ മറുപടി നൽകുമെന്നും MB രാജേഷും വ്യക്തമാക്കുന്നു. ബ്രുവറി വിവാദത്തിൽ എക്സൈസ് മന്ത്രി MB രാജേഷിനെ ലക്ഷ്യമിട്ടാണ് പ്രതിപക്ഷ നീക്കങ്ങൾ. വൈകാതെ നിയമസഭയിലും പ്രതിപക്ഷം മന്ത്രിക്കെതിരെ അഴിമതി ആരോപണം ഉന്നയിക്കും. ചട്ടപ്രകാരം ആരോപണം ഉന്നയിക്കാനുള്ള നടപടികൾ UDF നിയമസഭാ കക്ഷി നേതൃത്വം തുടങ്ങിക്കഴിഞ്ഞു. സംസ്ഥാനത്ത് പുതുതായി ഡിസ്റ്റിലറി അനുവദിക്കേണ്ട നയത്തിൽ മാറ്റം വരുത്തി ബ്രുവറി അനുവദിച്ചത് എന്തിനെന്നാണ് പ്രതിപക്ഷത്തിന്റെ പ്രധാന ചോദ്യം. ഈ നയമാറ്റം സംസ്ഥാനത്തെ ഒരു ഡിസ്റ്റിലറിയും അറിഞ്ഞിട്ടില്ല. എന്തിനാണ് നയമാറ്റം രഹസ്യമാക്കി വച്ച് മധ്യപ്രദേശിലും പഞ്ചാബിലും മാത്രം പ്രവർത്തിക്കുന്ന കമ്പനിക്ക് അനുമതി നൽകിയതെന്നും
പ്രതിപക്ഷം ചോദിക്കുന്നു. ഈ കമ്പനി മാത്രമേ അപേക്ഷ കൊടുത്തുള്ളൂ എന്നാണ്. ഇങ്ങനെ മദ്യ നയം മാറ്റി പുതിയ ഡിസ്റ്റിലറികൾ ഇത് കൊടുക്കാൻ, മദ്യനിർമ്മാണത്തിനുള്ള സംവിധാനങ്ങൾ കൊടുക്കാൻ പോകുന്നു എന്ന് വേറെ ആരാണ് അറിഞ്ഞത്? കേരളത്തിൽ തന്നെ പ്രവർത്തിക്കുന്ന ഏതെങ്കിലും ഡിസ്റ്റിലറികൾ ഇതറിഞ്ഞോ? കേരളത്തിൽ കുറെ ഡിസ്റ്റിലറികൾ പണ്ട് മുതലേ പ്രവർത്തിക്കുന്നുണ്ട്. ഇതിപ്പോ മധ്യപ്രദേശിലും പഞ്ചാബിലും പ്രവർത്തിക്കുന്ന ഈ കമ്പനി മാത്രമേ അറിഞ്ഞുള്ളൂ. ഇന്ത്യയിലെ വേറെ ഒരു കമ്പനി ഇങ്ങനെ ഗവൺമെന്റ് ഇത് കൊടുക്കാൻ പോകുന്നു എന്ന് അറിഞ്ഞില്ല. എന്നിട്ട് ഇവരുടെ മാത്രം അപേക്ഷയുള്ളതാണ്. ഇത് 2024 തുടങ്ങിയതാണ്. എന്ത് രഹസ്യമാണ് ഇതിനകത്തുള്ളത്? മദ്യനയം തീരുമാനിക്കുന്നത് സാഹചര്യങ്ങൾക്കനുസരിച്ചാണെന്നും കേരളത്തിൽ മദ്യം ഉൽപ്പാദിപ്പിക്കുമെന്ന് കഴിഞ്ഞ മദ്യനയത്തിൽ തന്നെ വ്യക്തമാക്കിയതാണെന്നുമാണ് സർക്കാരിന്റെ മറുപടി. ബ്രുവർ തുടങ്ങാൻ ഒരു കമ്പനി മാത്രമേ അനുമതി തേടിയുള്ളൂ. അതിനാലാണ് അവർക്ക് നൽകിയത്. കേരളത്തിൽ ഒരു കാര്യവും നടത്താൻ അനുവദിക്കില്ലെന്ന പ്രതിപക്ഷ വാശിയാണ് വിവാദത്തിന് പിന്നിലെന്നും സർക്കാർ കുറ്റപ്പെടുത്തുന്നു. ഇന്ത്യയിലെ ഒരു പ്രധാനപ്പെട്ട മദ്യനിർമ്മാണ കമ്പനി കേരളത്തിൽ അവരുടെ പ്ലാന്റ് ആരംഭിക്കുന്നതിന് അപേക്ഷ തന്നത്. അപേക്ഷ നിലവിലുള്ള നിയമവും ചട്ടവും അനുസരിച്ച് സൂക്ഷ്മമായി പരിശോധിച്ച് സർക്കാർ അതിന് ശരിയായ രീതിയിൽ എല്ലാ പരിശോധനകൾക്കും ശേഷം അനുമതി നൽകി. പ്രാരംഭാനുമതിയാണ് നൽകിയിട്ടുള്ളത്. ആ പ്രാരംഭാനുമതിയിൽ തന്നെ വ്യക്തമാക്കിയിട്ടുണ്ട് നിലവിലുള്ള എല്ലാ നിയമങ്ങളും ചട്ടങ്ങളും നിബന്ധനകളും പാലിച്ചുകൊണ്ട് എന്ന് വ്യക്തമാക്കിയിട്ടുണ്ട്. അത്രയും സുതാര്യമായ രീതിയിൽ നടന്നൊരു കാര്യമാണ്. ഇതേ കമ്പനിയുടെ പ്ലാന്റ് പഞ്ചാബിൽ അവിടുത്തെ സർക്കാർ പൂട്ടിയതും പ്രതിപക്ഷം ചൂണ്ടിക്കാട്ടുന്നു. മറ്റൊരു സംസ്ഥാനത്ത് കേസുള്ളതിനാൽ ഇവിടെ അനുമതി നൽകാൻ പാടില്ലെന്ന് പറയുന്നതിൽ എന്തു ന്യായമെന്നാണ് സർക്കാരിന്റെ മറുചോദ്യം. എലപ്പുള്ളി പഞ്ചായത്തിന്റെ അനുമതിയില്ലാതെ ലൈസൻസ് നൽകാനുള്ള നീക്കവും പ്രതിപക്ഷം ദുരൂഹമായി കാണുന്നുണ്ട്. പ്രാരംഭാനുമതി മാത്രമാണ് ഇപ്പോൾ നൽകിയതെന്നും അതിന് പഞ്ചായത്തിന്റെ അനുവാദം വേണ്ടതുമാണ് സർക്കാരിന്റെ പ്രതിരോധം. കഞ്ചിക്കോട് പോലെ കുടിവെള്ളക്ഷാമം നേരിടുന്ന പ്രദേശത്ത് പ്ലാന്റ് വന്നാൽ കുടിവെള്ള ചൂഷണമുണ്ടാകുമെന്ന ആശങ്കയും പ്രതിപക്ഷം ശക്തമായി തന്നെ മുന്നോട്ട് വയ്ക്കുന്നുണ്ട്. ഭൂഗർഭജലം ഉപയോഗിക്കില്ലെന്നും മഴവെള്ള സംഭരണിയിലൂടെയും വാട്ടർ അതോറിറ്റി നൽകുന്ന വെള്ളം ഉപയോഗിച്ചുമാകും പ്ലാന്റിന്റെ പ്രവർത്തനമെന്നുമാണ് സർക്കാരിന്റെ വിശദീകരണം. ആദ്യ പിണറായി സർക്കാരിന്റെ കാലത്തും ബ്രുവറി അനുവദിക്കാനുള്ള നീക്കം സർക്കാർ നടത്തിയിരുന്നു. പ്രതിപക്ഷം അഴിമതി ആരോപണം ഉന്നയിച്ചതോടെ സർക്കാർ പിന്മാറി. ന്യൂസ് 18 തിരുവനന്തപുരം. ബ്രൂവറി വിഷയത്തിൽ പ്രതിപക്ഷത്തിന് മാത്രമല്ല മുന്നണിക്കുള്ളിലും അതൃപ്തി പുകയുന്നു എന്നതാണ് ഏറ്റവും പുതിയ വാർത്ത. ഇക്കാര്യത്തിൽ CPI അതൃപ്തി പ്രകടിപ്പിച്ചു തുടങ്ങിയിരിക്കുന്നു. വിഷയം മുന്നണിയിൽ ചർച്ച ചെയ്യാത്തതാണ് CPIക്ക് പ്രശ്നം. മന്ത്രിസഭ അനുമതി നൽകിയെങ്കിലും മുന്നണിക്കുള്ളിലും ഇത്തരം വലിയ പദ്ധതിയെക്കുറിച്ച് ചർച്ച ചെയ്യണമായിരുന്നു എന്നതാണ് CPIയുടെ അഭിപ്രായം. 27-ന് ആലപ്പുഴയിൽ ചേരുന്ന എക്സിക്യൂട്ടീവ് യോഗം ഇക്കാര്യം ചർച്ച ചെയ്യും. വിമാനയാത്രയ്ക്കിടെ ദേഹാസ്വാസ്ഥ്യം അനുഭവപ്പെട്ട 11 മാസം പ്രായമായ കുഞ്ഞ് മരിച്ചു. ചൊവ്വാഴ്ച പുലർച്ചെ ഗൾഫ് എയർ വിമാനത്തിൽ ബഹ്റൈനിൽ നിന്നും നെടുമ്പാശ്ശേരിയിലെത്തിയ മലപ്പുറം സ്വദേശികളുടെ കുഞ്ഞാണ് മരിച്ചത്. ഡാനി പോൾ വിവരങ്ങളുമായി. ഡാനി, വിഷമിപ്പിക്കുന്ന വാർത്തയാണ്. ഈ കുഞ്ഞിന് എന്തെങ്കിലും ശാരീരിക അസ്വാസ്ഥ്യം നേരത്തെ ഉള്ള കുഞ്ഞായിരുന്നോ? എന്തൊക്കെയാണ് നമുക്ക് കിട്ടുന്ന വിവരങ്ങൾ? ശ്രീജ, കുഞ്ഞിനെ നേരത്തെ തന്നെയും പ്രിമിച്ചർ ബേബിയാണ് ഈ കുട്ടി. അത് ഈ ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഇങ്ങോട്ട് കൊണ്ടുവന്നത്. ഹൃദയ സംബന്ധമായ പ്രശ്നങ്ങളും കുട്ടിക്ക് ഉണ്ടായിരുന്നതായാണ് പറയുന്നത്. കുട്ടിയുടെ മാതാവിനൊപ്പമാണ് ബഹ്റൈനിൽ നിന്ന് ഗൾഫ് എയർ വിമാനത്തിൽ ഇവിടേക്ക് കേരളത്തിലേക്ക് വരുന്ന കൊച്ചിയിലേക്ക് എത്തുന്നത്. വിമാനത്തിനകത്ത് വെച്ച് തന്നെ ഒരു ശാരീരികമായ ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളും എല്ലാം തന്നെ ഇവിടേക്ക് എത്തുമ്പോൾ തന്നെയും കുഞ്ഞ് കാണിച്ചിരുന്നു. വിമാനത്തിൽ നിന്ന് പ്രാഥമികമായ ചികിത്സകളും കാര്യങ്ങളും എല്ലാം നൽകി പിന്നീട് അങ്കമാലിയിലെ സ്വകാര്യ ആശുപത്രിയിലേക്ക് വിമാനത്തിൽ നിന്ന് ലാൻഡ് ചെയ്തതിനു ശേഷം വളരെ പെട്ടെന്ന് അവിടേക്ക് എത്തിക്കുകയും ചെയ്തു. പക്ഷേ എന്നാലും ജീവൻ രക്ഷിക്കാനായിട്ട് സാധിച്ചില്ല. ഇവിടെ മലപ്പുറം സ്വദേശികളുടെ കുട്ടിയാണ്. 11 മാസം പ്രായമായ കുഞ്ഞാണ്. ഇപ്പോൾ ആശുപത്രിയിലാണ് മൃതദേഹമുള്ളത്. ഇവിടുന്ന് സ്വദേശത്തു നിന്നുള്ളവരും ഇവിടേക്ക് കൊച്ചിയിലേക്ക് എത്തിയിട്ടുണ്ട്. വൈകാതെ ഇവിടെ സ്വദേശത്തേക്ക് മലപ്പുറത്തേക്ക് തന്നെ കുട്ടിയുടെ മൃതദേഹം കൊണ്ടുപോകുമെന്നാണ് ഒടുവിൽ അറിയുന്നത്. മാസം തികയാതെയുള്ള കുഞ്ഞായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു നേരത്തെയും തന്നെയും എന്നാണ് പറയുന്നത്. ഇപ്പോൾ ഹൃദയ സംബന്ധമായ അസുഖങ്ങളുടെ ഒരു ചികിത്സയ്ക്ക് വേണ്ടിയാണ് ഇവിടേക്ക് എത്തിയതെന്നാണ് കുടുംബാംഗങ്ങളിൽ നിന്ന് അറിയാൻ കഴിയുന്നത്. ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത്. മലപ്പുറം സ്വദേശികളുടെ 11 മാസം പ്രായമുള്ള കുഞ്ഞാണ് വിമാനയാത്രയ്ക്കിടെ മരിച്ചത്. നേരത്തെ തന്നെ ആരോഗ്യ പ്രശ്നങ്ങളുള്ള കുഞ്ഞായിരുന്നു എന്ന വിവരമാണ് ഇപ്പോൾ കിട്ടുന്നത്.
എറണാകുളം അങ്കമാലി അതിരൂപതയിൽ സമരം ചെയ്ത വൈദികരുമായി ഇന്ന് ചർച്ച നടക്കും. മെത്രോപൊലിത്തൻ വികാരിയായി ചുമതലയേറ്റ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനിയാണ് ചർച്ച നടത്തുക. സമരം ചെയ്ത വൈദികർക്കെതിരെയുള്ള നടപടികൾ ഉടൻ അവസാനിപ്പിക്കുക, അതിരൂപതയിലെ ഭരണസമിതികൾ പുനഃസംഘടിപ്പിക്കുക തുടങ്ങിയവയാണ് പ്രധാന ആവശ്യങ്ങളായി അൽമായ മുന്നേറ്റവും വൈദികരും മുന്നോട്ട് വയ്ക്കുന്നത്. ഡാനി തന്നെ വിവരങ്ങൾ നൽകും. ഡാനി, നമ്മൾ കഴിഞ്ഞ ആഴ്ചയൊക്കെ കണ്ടതാണ്, വലിയ രീതിയിലുള്ള സംഘർഷത്തിലേക്ക് പോയിരുന്നു. അതൊന്നും പക്ഷേ ഒരു ശാശ്വതമായല്ല പരിഹരിക്കപ്പെട്ടിട്ടുള്ളത്. അതിനൊരു ശാശ്വത പരിഹാരമാണ് വേണ്ടത്. ഇന്നത്തെ ചർച്ച അതിനൊരു തുടക്കമായി കാണാം. ഏതാണ്ട് ഒരു തുടക്കമായിട്ട് തന്നെ ഇത്തരം ചർച്ചകളെ കാണാൻ കഴിയും. അതിൽ പക്ഷേ ചർച്ചകളുടെ ഒരു വലിയ പ്രോസസ്സിന്റെ തുടക്കമെന്ന രീതിയിൽ അതിനെ കാണാനായിട്ട് സാധിക്കുകയുമുള്ളൂ. നിലവിൽ ഉന്നയിക്കപ്പെടുന്ന വിഷയങ്ങൾ അതിൽ ചെന്നെത്തി നിൽക്കുന്നത് കുർബാന തർക്കം വരെയുള്ള വിഷയങ്ങളുണ്ട്. അതൊന്നും വളരെ പെട്ടെന്ന് ചർച്ച ചെയ്ത് പോകാനും കഴിയില്ല. പക്ഷേ നിലവിലുണ്ടായിരിക്കുന്ന ഒരു സംഘർഷാവസ്ഥ പരിഹരിക്കുന്നതിന് ചർച്ചകൾ തുടങ്ങിയേ മതിയാകൂ. ആ ഒരു രീതിയിലാണ് നമുക്കിതിനെ കാണാനായിട്ട് സാധിക്കുക. ഏതായാലും മെത്രാപ്പൊലിത്തൻ വികാരിയായ ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി ചുമതലയേറ്റതിനു ശേഷമാണ് ഇത്തരമൊരു നീക്കം നടന്നിരിക്കുന്നത്. ബിഷപ്പ് ഹൗസിനകത്ത് സമരം നടത്തിയിരുന്ന വൈദികർ അത് പിന്നീട് ചർച്ച ചെയ്യാമെന്ന രീതിയിൽ അത് അവസാനിപ്പിക്കുകയും ചെയ്തിരുന്നു. ഇന്നിപ്പോൾ സമരം ചെയ്ത 21 വൈദികരുമായിട്ടാണ് ആദ്യഘട്ടത്തിൽ ചർച്ച നടത്തുക. അതിരൂപതയുടെ കൂരിയ ഭരണസമിതി അത് പുനഃസംഘടിപ്പിക്കുക, ഒപ്പം തന്നെ കാനോനിക സമിതികൾ അത് പുനഃസംഘടിപ്പിക്കേണ്ടതുണ്ട്. വൈദികർക്കെതിരെ നേരത്തെ എടുത്ത കൂരിയെടുത്ത നടപടികളെല്ലാം പിൻവലിക്കണം തുടങ്ങിയ 3 ആവശ്യങ്ങളാണ് പ്രധാനമായും മുന്നോട്ട് വയ്ക്കുന്നത്. അതിൽ എത്ര കണ്ട തീരുമാനങ്ങൾ എടുക്കാൻ മെത്രാപ്പൊലിത്തൻ വികാരിക്ക് കഴിയും എന്നതാണ്. എന്തായാലും ചർച്ചകളിലേക്ക് കടന്നിരിക്കുന്നു എന്നത് അതിരൂപതയെ സംബന്ധിച്ചിടത്തോളം ആശ്വാസകരമായ കാര്യമാണ്. അതിന്റെ ഒരു ആദ്യപടി എന്ന രീതിയിലാണ് ഇന്ന് രാവിലെ 10:30 ചർച്ച തുടങ്ങുക. ഇവിടെ ബിഷപ്പ് ഹൗസിലാണ് വൈദികരുമായിട്ട് ചർച്ച നടത്തുന്നത്. ശരി, ഡാനി പോളാണ് വിവരങ്ങൾ നൽകിയത് കൊച്ചിയിൽ. ചൂരൽമല മുണ്ടക്കൈ ദുരന്തത്തിൽ കാണാതായവരുടെ പട്ടികയ്ക്ക് അംഗീകാരം. ഇതുവരെയും തിരിച്ചറിയാത്ത 32 പേരുടെ പട്ടികയാണ് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അംഗീകരിച്ചത്. CV അനുമോദ് വിവരങ്ങളുമായി. അനുമോദ്, ഈ കുടുംബങ്ങൾക്ക് വലിയ ആശ്വാസമാണിത്. ഈ പട്ടിക തയ്യാറായതിനു ശേഷം വേണം ഇവരുടെ മരണമായി അംഗീകരിച്ചുകൊണ്ടുള്ള ബാക്കി നടപടികളിലേക്ക് കടക്കാൻ. ഇനി അത്തരം നടപടികളിലേക്ക് എത്രത്തോളം കാത്തിരിക്കേണ്ടി വരും ഈ കുടുംബങ്ങൾക്ക്? ഈ ദുരന്തത്തിന്റെ തുടർച്ചയായി എടുക്കുന്ന നടപടികളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ 32 പേരെ കാണാതായ പട്ടിക അംഗീകരിച്ചിട്ടുള്ളത്. ഇനി ഇവരുടെ മരണം സ്ഥിരീകരിക്കുന്നതായിട്ടുള്ള റിപ്പോർട്ട്, അതിനുശേഷം ഇവരുടെ മരണ സർട്ടിഫിക്കറ്റ് എന്നിവ സർക്കാർ നൽകേണ്ടതുണ്ട്. എങ്കിൽ മാത്രമാണ് ഔദ്യോഗികമായിട്ട് മരണപ്പെട്ടവരുടെ കുടുംബങ്ങൾക്ക് സർക്കാർ പ്രഖ്യാപിച്ച ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. ഈ മാസം ആദ്യം തന്നെ വയനാട് ചേർന്ന യോഗത്തിൽ റവന്യൂ മന്ത്രി കെ രാജൻ ഈ കാണാതായവരുടെ കാര്യത്തിൽ സർക്കാർ സമയബന്ധിതമായി തീരുമാനമെടുക്കുമെന്ന് പ്രഖ്യാപിച്ചിരുന്നു. അതിൻ്റെ ഭാഗമായിട്ടാണ് ഇപ്പോൾ ഈ 32 പേരെ കാണാതായ പട്ടിക അംഗീകരിച്ചിരിക്കുന്നത്. ഇത് വെള്ളരിമല വില്ലേജ് ഓഫീസും അതുപോലെ തന്നെ മേപ്പാടി പോലീസ് ഓഫീസറും അതുപോലെ തന്നെ മേപ്പാടി പഞ്ചായത്ത് സെക്രട്ടറിയും നൽകിയ റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവരെ കാണാതായ പട്ടിക സർക്കാരിൻ്റെ അംഗീകാരത്തിലേക്ക് വന്നിരിക്കുന്നത്. ഇനി ഈ ഒരു പട്ടിക ചീഫ് സെക്രട്ടറിയും അഡീഷണൽ ചീഫ് സെക്രട്ടറിയും റവന്യൂ ദുരന്ത നിവാരണ പ്രിൻസിപ്പൽ സെക്രട്ടറിയും തദ്ദേശ സ്വയംഭരണ പ്രിൻസിപ്പൽ സെക്രട്ടറിയും അടങ്ങുന്ന സംസ്ഥാന സമിതി പരിശോധിച്ച് അംഗീകാരം നൽകിയാൽ പിന്നെ അടുത്ത ഘട്ടത്തിൽ ഇവരെ മരണപ്പെട്ടവരായി കണക്കാക്കി സർക്കാരിൻ്റെ ഉത്തരവ് പുറത്തിറങ്ങും. തുടർന്ന് മരണ സർട്ടിഫിക്കറ്റും നൽകും. അങ്ങനെയാണ് ഇതിൻ്റെ നടപടിക്രമങ്ങൾ ബാക്കിയുള്ളത്. ഇപ്പോൾ ഇതുവരെയുള്ള കണക്ക് പ്രകാരം ഈ 32 പേരെ കാണാതായതിൻ്റെ കൂടി സ്ഥിരീകരണം വന്നതോടെ 298 പേർ മരിച്ചതായാണ് സർക്കാരിൻ്റെ റിപ്പോർട്ടുള്ളത്. അതിൽ 99 പേരെ DNA പരിശോധനയിലൂടെയാണ് തിരിച്ചറിഞ്ഞത്. 166 പേരെ ബന്ധുക്കൾ തിരിച്ചറിഞ്ഞിരുന്നു. എന്നാണെങ്കിലും നാടിനെ നടുക്കിയ ഈ ഒരു ദുരന്തത്തിൽ സർക്കാരിൻ്റെ നടപടികൾ, പുനരധിവാസത്തിലേക്കുള്ള നടപടികളൊക്കെ പുരോഗമിക്കുകയാണ്. ആ ഘട്ടത്തിൽ ദുരന്തത്തിനിരയായവരുടെ കുടുംബം ഏറെ മാസങ്ങളായി ഉന്നയിച്ചുകൊണ്ടിരിക്കുന്ന ഒരാവശ്യമാണ് ഇപ്പോൾ സർക്കാരുടെ ഭാഗത്തു നിന്നും അംഗീകാരത്തിലേക്ക് വന്നിരിക്കുന്നത്. ഏറെ വൈകാതെ ഇവരുടെ മരണ സർട്ടിഫിക്കറ്റ് അടക്കമുള്ള കാര്യങ്ങൾ കുടുംബങ്ങൾക്ക് ലഭ്യമാക്കുമെന്നാണ് സർക്കാർ അറിയിച്ചിരിക്കുന്നത്. ശരി, അനുമോദാണ് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. നമസ്കാരം. ട്രംപ് 2.0 സ്വാഗതം. എല്ലാ പ്രേക്ഷകർക്കും ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് നോക്കാം. പ്രധാന വാർത്തകൾ.
ട്രംപിന്റെ സ്ഥാനാരോഹണമുടൻ ചടങ്ങിന് സാക്ഷിയാകാൻ ലോക നേതാക്കളും വ്യവസായ പ്രമുഖരും. സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് വൈറ്റ് ഹൌസിലെത്തി ബൈഡനെ കണ്ടു. അധികാരമേറ്റെടുത്തതിന് പിന്നാലെ 100-ലേറെ ഉത്തരവുകളിൽ ഒപ്പുവെച്ചേക്കും. മംഗളൂരു ബാങ്ക് കവർച്ചയിൽ 3 പ്രതികൾ പിടിയിൽ. അന്തർ സംസ്ഥാന മോഷ്ടാക്കൾ പിടിയിലായത് തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിൽ വെച്ച്. കൊള്ളയ്ക്കുപയോഗിച്ച വാഹനവും ആയുധങ്ങളും കണ്ടെടുത്തു. 10 കോടി കവർന്ന 5-അംഗ സംഘത്തിലെ 2 പേർക്കായി അന്വേഷണം. സംസ്ഥാനത്ത് വീണ്ടും ലഹരി കൊലപാതകം. തിരുവനന്തപുരം കിളിമാനൂരിൽ മകന്റെ മർദ്ദനമേറ്റ് ചികിത്സയിലിരുന്ന അച്ഛൻ മരിച്ചു. വയനാട് DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ND അപ്പച്ചനെ വൈകാതെ മാറ്റിയേക്കും. വയനാട് DCC ട്രഷറർ NM വിജയന്റെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട ഉണ്ടായ വിവാദങ്ങളുടെ പശ്ചാത്തലത്തിലാണ് നേതൃത്വത്തിന്റെ നിർണായക നീക്കം. അതിനിടെ KPCC അധ്യക്ഷൻ K. സുധാകരൻ NM വിജയന്റെ കുടുംബാംഗങ്ങളെ ഇന്ന് വസതിയിൽ സന്ദർശിക്കും. തെരഞ്ഞെടുപ്പ് പ്രവർത്തനങ്ങൾ മുന്നിൽ കണ്ട് KPCC ട്രഷറർ സ്ഥാനത്തേക്ക് രാഷ്ട്രീയകാര്യ സമിതി അംഗമായ N. സുബ്രഹ്മണ്യനെ പരിഗണിക്കുന്നതുമായി ബന്ധപ്പെട്ട ചർച്ചകളും നേതൃതലത്തിൽ സജീവമായിട്ടുണ്ട്. ഇപ്പോൾ കിട്ടുന്ന മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് K. സുധാകരന്റെ മൊഴിയെടുക്കുമെന്നതാണ്. KPCC അധ്യക്ഷന് NM വിജയൻ കത്തയച്ചിരുന്നു. ഈ സാഹചര്യത്തിലാണ് മൊഴിയെടുക്കുന്നത്. റിപ്പോർട്ടിലേക്ക് ആദ്യം ആ റിപ്പോർട്ടിലേക്ക് പോകും മുൻപ് MS അനീഷ് കുമാർ വിവരങ്ങളുമായി. അനീഷ്, ഒരു സുപ്രധാന നടപടിയിലേക്കാണ് ഇപ്പോൾ അന്വേഷണ സംഘം പോകുന്നത്. K. സുധാകരന്റെ മൊഴിയെടുക്കും എന്ന് പറയുന്നു. ഈ കത്തുമായി ബന്ധപ്പെട്ടൊക്കെ ഒരുപാട് വിവാദങ്ങൾ ഉണ്ടായിരുന്നല്ലോ. എന്താണ് വിശദാംശങ്ങൾ? ശ്രീജ, DCC ട്രഷററായിരുന്ന NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട അന്വേഷണം ഉന്നത തലങ്ങളിലേക്കും നീങ്ങുന്നു എന്നതിന്റെ സൂചനകൾ തന്നെയാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇന്നലെ ND അപ്പച്ചനെയും ജില്ലാ കോൺഗ്രസ് കമ്മിറ്റി അധ്യക്ഷനെയും ഒപ്പം KK ഗോപിനാഥൻ എന്ന നേതാവിനെയും ചോദ്യം ചെയ്തിരുന്നു. ഇതിന് പിന്നാലെയാണ് ഇപ്പോൾ KPCC പ്രസിഡന്റിനെ മൊഴിയെടുക്കാനുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തെ ചോദ്യം ചെയ്യാനുള്ള ഒരു നീക്കത്തിലേക്ക് ക്രൈംബ്രാഞ്ച് കടക്കുന്നത്. ഈ NM വിജയൻ മരണത്തിന് മുമ്പ് ഒരു കത്ത് KPCC പ്രസിഡന്റിന് അയച്ചിരുന്നു. ആ കത്ത് പുറത്തു വരികയും ആ കത്തിൽ ഗുരുതരമായ പരാമർശങ്ങൾ ജില്ലയിലെ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ ഉണ്ടാവുകയും ചെയ്തിരുന്നു. ഈ കത്തിന്റെയൊക്കെ അടിസ്ഥാനത്തിൽ ഒരു ഉപസമിതിയെ പാർട്ടി നിയോഗിച്ചു. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനായി. ആ സമിതി ഈ മരണത്തെക്കുറിച്ചും മറ്റ് സാമ്പത്തിക ബാധ്യതകളെ കുറിച്ചുമൊക്കെ വളരെ വിശദമായി അന്വേഷിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും തനിക്ക് ഇക്കാര്യവുമായി ബന്ധപ്പെട്ട് ആദ്യം ലഭിച്ചപ്പോൾ ആദ്യ ദിവസങ്ങളിൽ കത്ത് തുറന്നു താൻ വായിച്ചില്ല എന്നാണ് അദ്ദേഹം വ്യക്തമാക്കിയിരുന്നത്. പിന്നീട് ഈ കത്ത് വായിക്കുകയും ഇതിന്റെ അടിസ്ഥാനത്തിൽ വിശദമായ ഒരു അന്വേഷണത്തിന് ഉത്തരവിടുകയും ചെയ്തു എന്ന് അദ്ദേഹം വ്യക്തമാക്കുകയും ചെയ്തു. ഇതുമായി ബന്ധപ്പെട്ട മറ്റു കാര്യങ്ങൾ, അതായത് ഈ കത്ത് ലഭിക്കും മുമ്പ് ഈ ബാങ്കുമായി ബന്ധപ്പെട്ട നിയമന തട്ടിപ്പ് അല്ലെങ്കിൽ ഏതൊക്കെ നേതാക്കൾ പണം കൈപ്പറ്റി എന്നതടക്കമുള്ള കാര്യങ്ങൾ NM വിജയൻ പറഞ്ഞിരുന്നു എന്നടക്കമുള്ള കാര്യങ്ങളെ കുറിച്ച് ആരായും എന്നാണ് അറിയിച്ചിരിക്കുന്നത്. ഒപ്പം നേരത്തെയും ഈ വിവാദം ഉയർന്നു വന്നിരുന്നു. അന്നും ഈ വിവാദത്തെക്കുറിച്ച് പാർട്ടി ഒരു അന്വേഷണം നടത്തുകയും ചില നേതാക്കൾക്കെതിരെ നടപടിയെടുക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ഇക്കാര്യങ്ങളെക്കുറിച്ചുള്ള വിശദമായ ചോദ്യങ്ങളും ഉണ്ടാവും എന്നാണ് അറിയാൻ കഴിയുന്നത്. മറ്റേതൊക്കെ നേതാക്കൾ അന്വേഷണ പരിധിയിൽ വരും എന്നതിനെ കുറിച്ചുള്ള വിവരങ്ങൾ അടുത്ത ദിവസം തന്നെ ഉണ്ടാകും എന്നും നമുക്കറിയാൻ കഴിയുന്നു. എന്തായാലും കേസുമായി ബന്ധപ്പെട്ട ഒരു നിർണായക ചുവടിലേക്കാണ് ക്രൈംബ്രാഞ്ച് കടക്കുന്നത്. ഇന്നലെ രാവിലെ മുതൽ ഏതാണ്ട് വൈകുന്നേരം വരെ 2 പേരെയും ND അപ്പച്ചനെയും KK ഗോപിനാഥിനെയും ചോദ്യം ചെയ്തിരുന്നു. അതിനുശേഷം വിട്ടയക്കുകയായിരുന്നു. ഒപ്പം ഈ KK ഗോപിനാഥിന്റെ വീട്ടിൽ പോലീസ് പരിശോധന നടത്തുകയും ചെയ്തിരുന്നു. കേസിന്റെ തെളിവ് ലഭിക്കുന്ന അല്ലെങ്കിൽ കേസിലെ കാര്യമായി സഹായിക്കുന്ന ചില രേഖകൾ അദ്ദേഹത്തിന്റെ വീട്ടിൽ നിന്നും കിട്ടി എന്നും വിവരങ്ങളുണ്ട്. എന്തായാലും ഈ ഇരുവരുടെയും ചോദ്യം ചെയ്യൽ ഇന്നും തുടരുക തന്നെ ചെയ്യും. ശ്രീജ, ശരി. MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. NM വിജയന്റെ മരണവുമായി ബന്ധപ്പെട്ട് KPCC അധ്യക്ഷൻ K. സുധാകരന്റെ മൊഴിയെടുക്കും. KK ഗോപിനാഥന്റെ വീട്ടിൽ അന്വേഷണ സംഘം പരിശോധന നടത്തി. ഈ പുതിയ വിവരങ്ങളാണ് ഇപ്പോൾ പുറത്തുവരുന്നത്. അതേസമയം ഇന്ന് K. സുധാകരൻ NM വിജയന്റെ വീട്ടിൽ സന്ദർശനം നടത്തുന്നുണ്ട്. റിപ്പോർട്ടിലേക്ക്. വയനാട് DCC ട്രഷററുടെ ആത്മഹത്യയുമായി ബന്ധപ്പെട്ട് DCC അധ്യക്ഷൻ ഉൾപ്പെടെയുള്ളവർക്കെതിരെ ആത്മഹത്യാ പ്രേരണ കുറ്റത്തിന് പോലീസ് കേസെടുക്കുകയും അന്വേഷണ സംഘം ചോദ്യം ചെയ്യുകയും ചെയ്തതിന് പിന്നാലെയാണ് DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് ND അപ്പച്ചനെ മാറ്റുന്ന കാര്യം നേതൃത്വം സജീവമായി പരിഗണിക്കുന്നത്. പ്രിയങ്ക ഗാന്ധി പ്രതിനിധാനം ചെയ്യുന്ന ലോക്സഭാ മണ്ഡലത്തിലെ DCC അധ്യക്ഷനെതിരെ ഉയർന്ന ആരോപണങ്ങളെ ഹൈക്കമാൻഡ് നേതൃത്വവും ഗൗരവത്തോടെയാണ് നിരീക്ഷിക്കുന്നത്. അതേസമയം
കേസിലെ കൂട്ടുപ്രതിയായ IC ബാലകൃഷ്ണനെതിരായ നീക്കങ്ങൾക്ക് പിന്നിൽ വയനാട്ടിൽ നിന്ന് തന്നെയുള്ള യുവ കോൺഗ്രസ് നേതാവിന് പങ്കുള്ളതായാണ് നേതൃത്വത്തിന്റെ വിലയിരുത്തൽ. പാർട്ടി ജില്ലാതലത്തിൽ സ്വാധീനമുറപ്പിക്കാനുള്ള അവസരമാക്കി യുവ നേതാവ് നിലവിലെ പ്രതിസന്ധിയെ ഉപയോഗിക്കുകയാണെന്നും നേതൃത്വത്തിന് വിമർശനമുണ്ട്. അതിനിടെ ND അപ്പച്ചനെ തിടുക്കത്തിൽ മാറ്റേണ്ടെന്നും പുനഃസംഘടനയുടെ ഭാഗമായുള്ള സ്വാഭാവിക മാറ്റമെന്ന സന്ദേശം നൽകി നടപടി ഉറപ്പാക്കിയാൽ മതിയെന്നുമാണ് ഒരു വിഭാഗത്തിന്റെ നിലപാട്. അപ്പച്ചനെ തിടുക്കത്തിൽ DCC അധ്യക്ഷ സ്ഥാനത്ത് നിന്ന് മാറ്റിയാൽ പാർട്ടിയെ പ്രതിരോധത്തിലാക്കുന്ന പ്രസ്താവനകൾക്ക് അദ്ദേഹം മുതിർന്നേക്കുമെന്ന ആശങ്കയും നേതൃത്വത്തിനുണ്ട്. തിരുവഞ്ചൂർ രാധാകൃഷ്ണൻ അധ്യക്ഷനായ സമിതിയുടെ ആഭ്യന്തര അന്വേഷണ റിപ്പോർട്ടിനായി KPCC നേതൃത്വം കാത്തിരിക്കുന്നതും ഈ പശ്ചാത്തലത്തിൽ തന്നെയാണ്. അതേസമയം തദ്ദേശ തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രതാപചന്ദ്രൻ നായരുടെ നിര്യാണത്തെ തുടർന്ന് ഒഴിവുവന്ന KPCC ട്രഷറർ സ്ഥാനത്തേക്ക് രാഷ്ട്രീയകാര്യ സമിതി അംഗമായ N സുബ്രഹ്മണ്യനെ പരിഗണിക്കുന്ന കാര്യവും നേതൃത്വത്തിന്റെ ആലോചനയിലുണ്ട്. ഡാൻ കുര്യൻ, ന്യൂസ് 18, തിരുവനന്തപുരം. ഡ്രൈവിംഗ് ലൈസൻസ് അനുവദിക്കുന്നതിൽ സുപ്രധാനമായ ചില പരിഷ്കാരങ്ങൾക്ക് ആലോചിക്കുകയാണ് സർക്കാർ. 2 വർഷത്തെ പ്രൊബേഷണറി കാലയളവ് ലൈസൻസിന് ഏർപ്പെടുത്താനാണ് ഇപ്പോൾ സർക്കാർ തീരുമാനിക്കുന്നത്. ഇതിനിടെ 6 അപകടങ്ങൾ ഉണ്ടാക്കിയാൽ, അങ്ങനെ സംഭവിച്ചാൽ ലൈസൻസ് റദ്ദ് ചെയ്യുമെന്ന് ഗതാഗത മന്ത്രി KB ഗണേഷ് കുമാർ പറഞ്ഞു. ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ച് അപകടത്തിൽപ്പെട്ടാൽ 5 വർഷത്തേക്ക് ഇന്ത്യയിൽ ഒരിടത്തു നിന്നും ലൈസൻസ് എടുക്കാൻ അനുവദിക്കില്ലെന്നും മന്ത്രി വ്യക്തമാക്കി. ന്യൂസ് 18 സംഘടിപ്പിച്ച റോഡ് സുരക്ഷാ അവബോധ പരിപാടിയിലാണ് മന്ത്രി ഇക്കാര്യങ്ങൾ വ്യക്തമാക്കിയത്. കേരളത്തിൽ റോഡപകടങ്ങൾ അവസാനിപ്പിക്കണമെന്നത് തന്റെ വാശിയാണ്. ആ വാശിയോടെയാണ് പ്രവർത്തിക്കുന്നതെന്ന് പറഞ്ഞാണ് ഗതാഗത രംഗത്ത് നടപ്പാക്കാൻ ഉദ്ദേശിക്കുന്ന പരിഷ്കാരങ്ങൾ മന്ത്രി വിശദീകരിച്ചത്. ലൈസൻസിന് 2 വർഷത്തെ പ്രൊബേഷൻ ഏർപ്പെടുത്തും. മറ്റു സംസ്ഥാനങ്ങളിൽ നിന്ന് ലൈസൻസ് എടുത്താലും ഇവിടെ വീണ്ടും ഡ്രൈവിംഗ് പാഠവും പരിശോധിക്കും. നാട്ടിൽ പോയി ലൈസൻസ് എടുക്കുന്നത് നമ്മളെതിരല്ല, ഇന്ത്യയിൽ എവിടെ നിന്നും എടുക്കാം. പക്ഷെ കേരളത്തിലോട്ട് അഡ്രസ്സ് ഇല്ലാത്ത, അവിടുത്തെ അഡ്രസ്സ് വെച്ച് ഇവിടെ വന്ന് വണ്ടി ഓടിച്ചാൽ ഡ്രൈവറെ ഞങ്ങളൊന്ന് ടെസ്റ്റ് ചെയ്യും. അതിനുള്ള അവകാശം നിയമത്തിൽ പറഞ്ഞിരുന്നു. തീരെ അങ്ങ് പറ്റിക്കരുതല്ലോ. ഈ പറയുമ്പോൾ മാധ്യമങ്ങളെ കാണുമ്പോൾ അങ്ങനെയാണെങ്കിൽ എല്ലാവരും അങ്ങ് പാലക്കാടും തമിഴ്നാട്ടിൽ പോകും. ഇപ്പൊ എത്ര പേര് പാലക്കാടും തമിഴ്നാട്ടിൽ പോയി ലൈസൻസ് എടുക്കുന്നത്? ചുണ എടുത്തോണ്ട് വന്നേ, എടുത്തോണ്ട് വരുമ്പോൾ വേറെ കുഴപ്പമൊന്നും ഞങ്ങൾക്ക് ഒരു പരാതിയില്ല. ഒന്നുകൂടി ഓടിച്ച് കാണിച്ചാൽ മതി. RTO എടുത്ത് വരണം. അപ്പൊ MP എടുത്ത് പോയാൽ പോരാ, RTO എടുത്ത് വന്നിട്ട് ഒന്നുകൂടി ഓടിച്ച് കാണിച്ചിട്ട് ലൈസൻസുമായിട്ട് നടക്കാം. ലൈസൻസ് ഇല്ലാതെ വണ്ടി ഓടിച്ച് അപകടങ്ങൾ ഉണ്ടാക്കുന്ന സംഭവങ്ങളിലും കർശന നടപടികൾ ഉണ്ടാകും. അതായത് ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടിയാൽ തന്നെ ആദ്യത്തെ 2 വർഷം പ്രൊബേഷനായിട്ട് പ്രഖ്യാപിക്കണം. സ്റ്റിക്കർ കൊടുക്കും, P1 എന്നൊരു സ്റ്റിക്കർ കൊടുക്കും. അതായത് പ്രൊബേഷൻ ലൈസൻസ് കിട്ടി. ഇപ്പൊ L ബോർഡ് കൊടുക്കില്ലേ നമ്മൾ വണ്ടിക്കകത്ത്, അതുപോലെ P1 എന്ന് കൊടുത്താൽ ഡ്രൈവിംഗ് പഠിച്ചിട്ട് 1-ാം വർഷമായിട്ടുള്ളൂ 2-ാം വർഷം. ഈ 1-ാം വർഷത്തിനും 2-ാം വർഷത്തിനും ഇടയിൽ 6 ഒഫൻസുകൾ മാർക്ക് ചെയ്താൽ ആ ലൈസൻസ് റദ്ദാക്കും. കാറുകളിൽ കൂളിംഗ് പേപ്പർ ഒട്ടിക്കുന്നതിനോട് യോജിപ്പാണ്. എന്നാൽ കാഴ്ച മറയ്ക്കുന്ന തരത്തിൽ കാറിന്റെ മുൻഭാഗത്ത് കൂളിംഗ് പേപ്പർ അനുവദിക്കില്ല. ഗ്ലാസുകളിൽ 50% വരെ വിസിബിലിറ്റി മതിയാകത്തേക്ക്. ഫ്രണ്ടിലും ബാക്കിലും 70% പറഞ്ഞു. ഈ ഫ്രണ്ടിൽ കൊണ്ടുവന്ന് ഒട്ടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഈ AI ക്യാമറയ്ക്ക് പോലും കിട്ടൂല. ആ പരിപാടി അവതരിപ്പിക്കുന്നതല്ല. പുറകിൽ നിങ്ങൾ 70% വിസിബിലിറ്റി ഉള്ള ഒട്ടിച്ചുള്ളൂ. ഫ്രണ്ട് ഗ്ലാസിൽ സണ്ണ് കട്ടിയാൻ മേളങ്ങനെ ഒട്ടിക്കാന്നുള്ളത് താഴോട്ട് ഫിലിം ഒട്ടിക്കാൻ അനുവദിക്കുന്നതല്ല. ഡ്രൈവിംഗ് പഠനത്തിന് സ്ത്രീകളിൽ നിന്ന് കൂടുതൽ തുക വാങ്ങുന്നത് അനുവദിക്കാനാകില്ലെന്നും മന്ത്രി പറഞ്ഞു. ന്യൂസ് 18 തിരുവനന്തപുരം. 2 എയർ കണ്ടീഷണറുകളുടെ തകരാർ പരിഹരിക്കാൻ ആശുപത്രി അധികൃതർ തയ്യാറാകാത്തതിനാൽ ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ കോടികൾ വിലമതിക്കുന്ന ഉപകരണങ്ങൾ ഉൾക്കൊള്ളുന്ന MD ICU 2 വർഷക്കാലമായി പൂട്ടിക്കിടക്കുന്നു. അത്യാസന്ന നിലയിലെത്തുന്ന രോഗികൾ വെന്റിലേറ്റർ ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ നിഷേധിക്കപ്പെട്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് സ്വകാര്യ ആശുപത്രികളിലേക്ക് പോകേണ്ട ഗതികേടിലാണ്. അപകടത്തിൽ പരിക്കേറ്റവർ ഉൾപ്പെടെ ഗുരുതരാവസ്ഥയിലുള്ള 6000-ത്തിലധികം രോഗികളാണ് കഴിഞ്ഞ 11 മാസത്തിനിടെ ജീവൻ കയ്യിൽ പിടിച്ച് ആലപ്പുഴയിൽ നിന്ന് മടങ്ങിയതെന്ന് രേഖകൾ വ്യക്തമാക്കുന്നു. ഹലോ, വണ്ടാനം മെഡിക്കൽ കോളേജല്ലേ മാം? ഞാൻ ബിലീവേഴ്സ് ഹോസ്പിറ്റലിൽ നിന്നാണ് വിളിക്കുന്നത്. അവിടെ ഒരു പേഷ്യൻ്റ്, എൻ്റെ ഒരു റിലേറ്റീവ് അവിടെ അഡ്മിറ്റാണ്, സ്ട്രോക്ക് വന്നിട്ട്. അപ്പോൾ വളരെ നിർധന കുടുംബമാണ്. അപ്പോൾ ഇവർ 15 ദിവസമായിട്ട് ബിലീവേഴ്സിലാണ്. അപ്പോൾ ഇങ്ങോട്ടൊന്ന് വണ്ടാനത്തേക്കൊന്ന് ഷിഫ്റ്റ് ചെയ്യാൻ. ICUല് ബെഡ് ഉണ്ടോ മാം? MICUല് ബെഡില്ലേ? ആണ്. ഫുൾ പേഷ്യൻസ് ആണോ മാം? ആലപ്പുഴ മെഡിക്കൽ കോളേജിലെ മെഡിസിൻ ICUവിൽ ബെഡുണ്ടോ എന്ന് ആവശ്യപ്പെട്ട് ഞങ്ങൾ ബന്ധപ്പെട്ടപ്പോൾ കിട്ടിയ മറുപടിയാണ് നിങ്ങൾ കേട്ടത്. എപ്പോൾ വിളിച്ചാലും കിടക്കകൾ ഒഴിവില്ലെന്ന പതിവ് പല്ലവി മാത്രം. ഇനി ഏഷ്യയിലെ തന്നെ ഏറ്റവും വലിയ മെഡിക്കൽ കോളേജുകളിൽ ഒന്നെന്ന് ആരോഗ്യവകുപ്പ് ഊറ്റം കൊള്ളുന്ന ആശുപത്രിയിൽ എന്തുകൊണ്ട് ICUവിൽ ബെഡ് ലഭ്യമല്ലെന്ന് പരിശോധിക്കാൻ തീരുമാനിച്ചു.
ദൃശ്യങ്ങളിൽ കാണുന്നത് ആശുപത്രിയിലെ വിവിധ ഐസിയുകൾ പ്രവർത്തിക്കുന്ന ബ്ലോക്കാണ്. ബെഡിലെന്ന് അല്പസമയം മുമ്പ് ജീവനക്കാർ പറഞ്ഞ MICU പൂട്ടിക്കിടക്കുന്നു. കിടക്കകൾ മുഴുവൻ ഒഴിഞ്ഞ അവസ്ഥ. ചികിത്സയ്ക്കായി ആശ്രയിക്കാൻ സ്വകാര്യ ആശുപത്രികൾ പോലും ഇല്ലാത്ത ആലപ്പുഴ ജില്ലയിൽ രോഗികൾക്ക് ആകെ ആശ്രയം മെഡിക്കൽ കോളേജ് മാത്രമാണ്. അവിടെയാണ് ലക്ഷങ്ങൾ വിലമതിക്കുന്ന വെന്റിലേറ്റർ ഉൾപ്പെടെ 20 മാസമായി MICU പ്രവർത്തനരഹിതമായി പൂട്ടിക്കിടക്കുന്നത്. കാരണമാകട്ടെ വളരെ തുച്ഛമായ തുകയ്ക്ക് പരിഹരിക്കാൻ കഴിയുന്ന 2 AC-കളുടെ തകരാറും. ആശുപത്രിയിലെ മെഡിസിൻ ICU AC തകരാറിലാണെന്ന കാരണത്താൽ 1.5 വർഷത്തിലേറെക്കാലമായി അടച്ചിട്ടിരിക്കുകയാണ്. ഇവിടെ നിന്നും നിരവധി രോഗികളാണ്, ഏകദേശം ഒരു മാസം 600-ൽ പരം രോഗികളാണ് ഇവിടെ ICU ബെഡില്ലാത്തതിൻ്റെ പേരിൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് രോഗികളെ കൊണ്ടുപോയ സാഹചര്യം ഉണ്ടാകുന്നത്. പാവപ്പെട്ട രോഗികൾ ഏറെ പ്രയാസം അനുഭവിക്കുകയാണ്. നിരവധി തവണ ആശുപത്രി അധികൃതർ മിനിസ്റ്റർക്കുമൊക്കെ പരാതി കൊടുത്തിട്ടും അതിന് പരിഹാരം കാണുന്നില്ല. അടിയന്തരമായ ഒരു പരിഹാരം അനിവാര്യമാണ്. ഇനി ഈ ഞെട്ടിക്കുന്ന കണക്കുകളൊന്നു കാണാം. 2021 ജനുവരി 1 മുതൽ നവംബർ 10 വരെ ഗുരുതര സാഹചര്യത്തിൽ ആശുപത്രിയിൽ ചികിത്സക്കായി എത്തി ICU ഉൾപ്പെടെയുള്ള സൗകര്യങ്ങൾ ഇല്ലാത്തതിനാൽ സ്വകാര്യ ആശുപത്രിയിലേക്ക് പോകാൻ നിർബന്ധിതരായവരുടെ കണക്കാണിത്. 10.5 മാസത്തിനിടയിൽ 6129 രോഗികൾ. ആരോഗ്യവകുപ്പ് മന്ത്രിക്ക് ഇതൊന്നും അറിയില്ലേ? അതിനും ഉത്തരമുണ്ട്. മന്ത്രി വീണ ജോർജിന്റെ നേതൃത്വത്തിൽ തന്നെ കഴിഞ്ഞ വർഷം ഓഗസ്റ്റ് 16 കൂടിയ യോഗത്തിൽ ആശുപത്രി മാനേജ്മെന്റ് ഇക്കാര്യങ്ങളെല്ലാം അറിയിച്ചിരുന്നതായി രേഖകളിൽ നിന്ന് വ്യക്തം. മന്ത്രിയടക്കം അറിഞ്ഞ് 5 മാസം പിന്നിട്ടിട്ടും തുച്ഛമായ തുകയ്ക്ക് പരിഹരിക്കപ്പെടാവുന്ന രോഗികളുടെ ജീവന്റെ വിലയുള്ള പ്രശ്നത്തിന്മേൽ ചെറുവിരൽ അനങ്ങിയില്ലെന്ന പൂട്ടിക്കിടക്കുന്ന ഈ ICU നമ്മളെ ബോധ്യപ്പെടുത്തുന്നു. വെന്റിലേറ്റർ ഉൾപ്പെടെ 11 ബെഡുകൾ പ്രവർത്തനരഹിതമാക്കി പൂട്ടിയിട്ടാണ് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ പാവപ്പെട്ട രോഗികൾക്ക് മരണം വരെ സംഭവിക്കാൻ ഇടയുണ്ടെന്നും ICUവിൽ ബെഡില്ലാത്തതിനാൽ സ്വന്തം റിസ്കിൽ ആശുപത്രിയിൽ തുടരുകയാണെന്നും സമ്മതപത്രം എഴുതി നൽകേണ്ടി വരുന്നത്. ആരോഗ്യവകുപ്പിന്റെ ഈ കെടുകാര്യസ്ഥത മൂലം ചികിത്സ നിഷേധിക്കപ്പെട്ട ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ നിന്ന് പുറന്തള്ളപ്പെടുന്ന ഒരു രോഗിക്ക് പിന്നീട് ചികിത്സ കിട്ടണമെങ്കിൽ തൊട്ടടുത്ത ജില്ലയായ എറണാകുളത്തോ പത്തനംതിട്ടയിലോ എത്തണം. പാവപ്പെട്ടവന്റെ അവസ്ഥ വളരെ കഷ്ടമാണ്. ജീവൻ കയ്യിൽ പിടിച്ചുകൊണ്ടുള്ള ഈ നെട്ടോട്ടത്തിനിടയിൽ എത്ര ജീവനുകളാകും പൊലിഞ്ഞിട്ടുണ്ടാവുക? ആലപ്പുഴയിൽ നിന്നും ശരണ്യ സ്നേഹജൻ, ന്യൂസ് 18. ചേന്നമംഗലത്ത് ഒരു കുടുംബത്തിലെ 3 പേരെ വെട്ടിക്കൊലപ്പെടുത്തിയ കേസിലെ പ്രതി ഋതുവിനെ കൊലപാതകം നടന്ന വീട്ടിലെത്തിച്ച് ഇന്ന് തെളിവെടുത്തേക്കും. വിശദമായ ചോദ്യം ചെയ്യലും തെളിവെടുപ്പ് ഉൾപ്പെടെ ഉള്ള കാര്യങ്ങളും വേഗത്തിൽ പൂർത്തിയാക്കാനാണ് അന്വേഷണ സംഘത്തിന്റെ നീക്കം. പ്രതിക്കെതിരെ കടുത്ത ജനരോഷം നിലനിൽക്കുന്ന സാഹചര്യത്തിൽ അതീവ സുരക്ഷയിലായിരിക്കും തെളിവെടുപ്പ് നടത്തുക. 5 ദിവസത്തേക്കാണ് പ്രതിയെ പോലീസ് കസ്റ്റഡിയിൽ വിട്ടിരിക്കുന്നത്. ജയിലിനുള്ളിലും പ്രതി യാതൊരു ഭാവഭേദവുമില്ലാതെയാണ് പെരുമാറിയതെന്നാണ് പോലീസിന് ജയിൽ അധികൃതർ നൽകിയ വിവരം. പ്രതി ഋതു സമാനമായ രീതിയിലുള്ള കൊലപാതകങ്ങൾ ഇനിയും ചെയ്യാൻ സാധ്യതയുണ്ടെന്ന് പോലീസ് സമർപ്പിച്ച കസ്റ്റഡി റിപ്പോർട്ടിൽ പറയുന്നു. മുനമ്പം ഡിവൈഎസ്പി S. ജയകൃഷ്ണന്റെ നേതൃത്വത്തിലുള്ള 17-അംഗ സംഘമാണ് കേസ് അന്വേഷിക്കുന്നത്. കാട്ടാന ഭീതി ഒഴിയാതെ കണ്ണൂർ ആറളം ഫാം.
ഈ മേഖലയിലെ പുനരധിവാസ മേഖല. കഴിഞ്ഞ ദിവസങ്ങളിൽ മേഖലയിൽ ആനകളുടെ സാന്നിധ്യമുണ്ട്. വീടുകൾക്ക് ചുറ്റും നിലയുറപ്പിക്കുന്നതും പതിവാണ്. 10, 11, 13 ബ്ലോക്കുകളിലെ 7 ഇടങ്ങളിൽ കാട്ടാനകൾ തമ്പടിച്ചിട്ടുണ്ട്. CPM പാലക്കാട് ജില്ലാ സമ്മേളനത്തിന് ഇന്ന് ചിറ്റൂരിൽ തുടക്കമാകും. പാലക്കാട് നിയമസഭാ ഉപതെരഞ്ഞെടുപ്പ് മുതൽ കൊഴിഞ്ഞാമ്പാറയിലെ വിമത നീക്കം വരെ സമ്മേളനത്തിൽ ചർച്ചയാകും. ബ്രൂവറി വിവാദവും ചർച്ചയിൽ ഉയർന്നേക്കും. പ്രതിനിധി സമ്മേളനം സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ ഉദ്ഘാടനം ചെയ്യും. EN സുരേഷ് ബാബു തന്നെ ജില്ലാ സെക്രട്ടറിയായി തുടരാനാണ് സാധ്യത. കോഴിക്കോട് വളയത്ത് കാറിൽ സാഹസിക യാത്ര നടത്തി യുവാക്കളുടെ റീൽസ് ചിത്രീകരണം. വിവാഹത്തിനെത്തിയ സംഘമാണ് വരനോടൊപ്പം അപകടകരമായി സഞ്ചരിച്ച് റീൽസ് ചിത്രീകരിച്ചത്. കാറിന്റെ ഡോറിൽ ഇരുന്നും അപകടകരമായി ഡ്രൈവ് ചെയ്തും ഗതാഗത തടസ്സമുണ്ടാക്കിയുമായിരുന്നു യാത്ര. 3 കിലോമീറ്ററോളം ദൂരം പടക്കം പൊട്ടിച്ചും പൂത്തിരി കത്തിച്ചും സംഘം സഞ്ചരിച്ചു. മറ്റു വാഹനങ്ങൾക്ക് സൈഡ് നൽകാതെയായിരുന്നു ഈ അപകടയാത്ര. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മത്സര ചിത്രം തെളിഞ്ഞു. 699 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ ജനവിധി തേടുന്നത് ന്യൂഡൽഹി മണ്ഡലത്തിലാണ്. ER രാഗേഷ് വിവരങ്ങളുമായി നാഷണൽ ഡെസ്കിൽ നിന്ന്. രാഗേഷ്, ഏറ്റവും ശ്രദ്ധാകേന്ദ്രമാവുന്നത് ന്യൂഡൽഹി തന്നെയാണ്. അവിടെ നടക്കുന്ന മത്സരമാണ്. അവിടെ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികളുമുണ്ട്. എങ്ങനെയാണ് ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ഒരു മത്സര ചിത്രം? ശ്രീജ, പ്രചാരണ ചൂടേറുകയാണ് ഡൽഹിയിൽ. ഇന്നലെ ഏതായാലും സ്ഥാനാർത്ഥികൾ എത്ര പേരെന്ന് സംബന്ധിച്ച അന്തിമ ചിത്രം ഇപ്പോൾ വന്നിരിക്കുന്നു. 699 സ്ഥാനാർത്ഥികൾ. സൂക്ഷ്മ പരിശോധനയിൽ 719 പേരുടെ പത്രികകളാണ് അംഗീകരിച്ചിരുന്നത്. ഇന്നലെ പത്രിക പിൻവലിക്കാനുള്ള അവസാന ദിവസമായിരുന്നു. അതിൽ 20 പേർ കൂടി പിൻവലിച്ചിരിക്കുന്നു. അങ്ങനെ 699 സ്ഥാനാർത്ഥികളാണ് മത്സരരംഗത്തുള്ളത്. ഇതിൽ ഏറ്റവും കൂടുതൽ സ്ഥാനാർത്ഥികൾ ന്യൂഡൽഹിയിൽ തന്നെയാണ്. അരവിന്ദ് കെജ്രിവാൾ 4ാമതും അവിടെ ജനവിധി തേടുന്നു എന്ന് തന്നെയാണ് ന്യൂഡൽഹി മണ്ഡലത്തിന്റെ പ്രത്യേകത. ആ മണ്ഡലം തിരിച്ചുപിടിക്കാൻ വിജയിക്കാൻ BJP ശ്രമിക്കുന്നുണ്ട്. തിരിച്ചുപിടിക്കാൻ കോൺഗ്രസും ഷീലാ ദീക്ഷിത്തിന്റെ മകൻ സന്ദീപ് ദീക്ഷിത്തിനെ മത്സരരംഗത്ത് ഇറക്കുകയും ചെയ്തിട്ടുണ്ട്. അങ്ങനെ 2 മുൻ മുഖ്യമന്ത്രിമാരുടെ മക്കളാണ് കേജ്രിവാളിനെ നേരിടുന്ന പ്രത്യേകത കൂടി ന്യൂഡൽഹിക്കുണ്ട്. ഏറ്റവും കുറവ് പത്രികകളുള്ളത് ഒന്ന് പട്ടേൽ നഗറിലും 2 കസ്തൂർബ നഗറിലുമാണ്. ഈ 2 മണ്ഡലങ്ങളിലും 5 സ്ഥാനാർത്ഥികൾ വീതമാണ് മത്സരരംഗത്തുള്ളത്. ഏതായാലും പത്രിക സൂക്ഷ്മപരിശോധന കഴിഞ്ഞു. പത്രിക പിൻവലിക്കാനുള്ള സമയപരിധിയൊക്കെ കഴിഞ്ഞു. അപ്പോൾ 2ാം ഘട്ട പ്രചാരണത്തിലേക്ക് ഡൽഹി കടക്കുകയാണ്. ഇന്നലെ ഏതായാലും അരവിന്ദ് കെജ്രിവാൾ ജനസഭയ്ക്ക് തുടക്കം കുറിച്ചിട്ടുണ്ട്. ഈസ്റ്റ് ഡൽഹിയിലാണ് കേജ്രിവാൾ ജനസഭ നടത്തുന്നത്. കാരണം ഈസ്റ്റ് ഡൽഹിയിലെ കഴിഞ്ഞ തവണ 62 സീറ്റുകൾ 70-ൽ 62 സീറ്റുകൾ ആം ആദ്മി പാർട്ടി ജയിച്ചു. 8 സീറ്റ് BJPക്ക് കിട്ടി. ഈ 8 സീറ്റിൽ ഭൂരിപക്ഷം സീറ്റുകളും ഈസ്റ്റ് ഡൽഹിയിലായിരുന്നു. അതുകൊണ്ട് തന്നെ ഈസ്റ്റ് ഡൽഹിയിൽ നിന്ന് തന്നെയാണ് കേജ്രിവാൾ ഏതായാലും ഇപ്പോൾ പ്രചാരണം തുടങ്ങിയിരിക്കുന്നത്. അതായത് വിശ്വാസ് നഗറിലാണ് കേജ്രിവാൾ പ്രചാരണം തുടങ്ങിയത്. ഈ മണ്ഡലം 2013-ലും 15-ലും 2020-ലും BJPക്കൊപ്പം നിന്ന മണ്ഡലമാണ്. അവിടെ ഓം പ്രകാശ് ശർമ്മയാണ് സ്ഥാനാർത്ഥി. അപ്പോൾ ആ മണ്ഡലം തിരിച്ചുപിടിക്കാനുള്ള ശ്രമങ്ങൾ ആം ആദ്മി പാർട്ടിയുടെ ഭാഗത്ത് നടക്കുന്നുണ്ട്. ഒപ്പം പുതിയൊരു വാഗ്ദാനം കൂടി അരവിന്ദ് കെജ്രിവാൾ നൽകിയിരിക്കുന്നു. അത് യുവാക്കളെ ലക്ഷ്യമിട്ടുകൊണ്ടാണ്. കാരണം അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാർക്ക് ജോലിയില്ലാത്ത സാഹചര്യം നിലവിലുണ്ട്. അപ്പോൾ അവർക്ക് തൊഴിൽ കണ്ടെത്തുക, തൊഴിൽ ഉറപ്പാക്കുക എന്ന ലക്ഷ്യമാണ് തനിക്കുള്ളത്. അതുകൊണ്ട് തന്നെ 5 വർഷം വീണ്ടും അനുവദിക്കണമെന്നൊരു അഭ്യർത്ഥന കൂടി ഇപ്പോൾ കേജ്രിവാൾ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ഏതായാലും നരേന്ദ്രമോദി അടക്കമുള്ള നേതാക്കൾ വരും ദിവസങ്ങളിൽ പ്രചാരണത്തിലിറങ്ങും. മോദി ഇതുവരെ ഒറ്റ റാലിയിലാണ് പങ്കെടുത്തിട്ടുള്ളത്. ഇപ്പോൾ 2ാം ഘട്ട പ്രചാരണത്തിലേക്ക് കടക്കുമ്പോൾ രാഹുൽ ഗാന്ധി, നരേന്ദ്രമോദി, പ്രിയങ്ക ഗാന്ധി തുടങ്ങിയ നേതാക്കളെ തന്നെ പ്രചാരണത്തിൽ സജീവമാകും. ശ്രീജ, രാകേഷാണ് വിവരങ്ങൾ നൽകിയത്. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള ചിത്രമാണ് തെളിഞ്ഞത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്തയുടെ കൂടി വിശദാംശങ്ങൾ രാകേഷ് നൽകും. അത് കൊൽക്കത്ത RG-കർ മെഡിക്കൽ കോളേജിലെ ബലാത്സംഗ കൊലപാതകത്തിന്റെ വിധിയിൽ കുടുംബം അതൃപ്തിയിലാണ്. കുടുംബവും സർക്കാരും ഹൈക്കോടതിയിലേക്ക് നീങ്ങാനാണ് ആലോചിക്കുന്നത്. പ്രതി സഞ്ജയ് റോയ്ക്ക് വധശിക്ഷ നൽകണമെന്നാവശ്യപ്പെട്ടാണ് അപ്പീൽ നൽകുക. രാകേഷ്, ഇത് കുടുംബത്തെ സംബന്ധിച്ച് ഒരു ജോലി സ്ഥലത്ത് ഒരു സ്ത്രീ ക്രൂരമായ ബലാത്സംഗത്തിനിരയായി കൊല്ലപ്പെട്ടത് അത് അപൂർവങ്ങളിൽ അപൂർവമായി കണക്കാക്കണമെന്ന് തന്നെയാണ് കുടുംബത്തിന്റെ വാദം. ഇതിനിടെ പോലീസിനെതിരെയും വലിയ വിമർശനം ഉയരുന്നുണ്ടല്ലോ. അത് സർക്കാരിനെ കൂടി പ്രതിസന്ധിയിലാക്കുന്നുണ്ടോ?
ശ്രീജ, തീർച്ചയായും സർക്കാരിനെ കൂടി അത് പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. കാരണം ഈ കേസ് അന്വേഷണത്തിന്റെ ആദ്യഘട്ടത്തിൽ വലിയ വിമർശനങ്ങൾ സർക്കാരും പോലീസും കേട്ടിരുന്നു. കാരണം പോലീസ് ഈ കേസ് കൈകാര്യം രീതി തന്നെ ശരിയല്ല, കുറ്റക്കാരെ സംരക്ഷിക്കുന്ന നിലപാട് സ്വീകരിച്ചു എന്നായിരുന്നു പ്രധാനപ്പെട്ട ആരോപണം പോലീസിനെതിരെ ഉണ്ടായിരുന്നത്. ഒപ്പം മെഡിക്കൽ കോളേജ്, ആർജിക്കർ മെഡിക്കൽ കോളേജ് അധികൃതർക്കെതിരെയും വലിയ വിമർശനം ഉയർന്നതാണ്. ഇന്നലെ കോടതി വിധിയിലും അക്കാര്യം സൂചിപ്പിക്കുന്നുണ്ട്. അതായത് പോലീസ് കേസെടുക്കാൻ പോലും തയ്യാറായില്ല. പുലർച്ചെ നടന്ന സംഭവമാണ്. പക്ഷേ പോലീസ് FIR രജിസ്റ്റർ ചെയ്തപ്പോൾ അന്ന് രാത്രി 11:30 കഴിഞ്ഞിരുന്നു. എന്തുകൊണ്ട് ഇത്തരം കാലതാമസമുണ്ടായി? താല പോലീസ് സ്റ്റേഷനിലെ ഉദ്യോഗസ്ഥരുടെ ഭാഗത്തുനിന്ന് വലിയ വീഴ്ചയുണ്ടായി എന്ന വിമർശനം കോടതി വിധിയിൽ പറഞ്ഞിരിക്കുന്നു. ഒപ്പം എന്തൊക്കെയോ ഒളിച്ചു വെക്കാനുള്ള ശ്രമങ്ങൾ ആർജിക്കർ മെഡിക്കൽ കോളേജിന്റെ ഭാഗത്തുനിന്നുണ്ടായി എന്നുകൂടി വിധിന്യായത്തിൽ പറയുന്നുണ്ട്. അങ്ങനെ സർക്കാരിനെ അക്ഷരാർത്ഥത്തിൽ പ്രതിസന്ധിയിലാക്കുന്നതാണ് ഇന്നലത്തെ വിധി. കാരണം ജീവപര്യന്തം ശിക്ഷയാണ് സഞ്ജയ് റോയ് വിധിച്ചിരിക്കുന്നത്. കുടുംബം വധശിക്ഷ തന്നെ വേണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. മാത്രമല്ല ഈ അന്വേഷണത്തിൽ, പോലീസ് അന്വേഷണത്തിൽ ഒട്ടും തൃപ്തരല്ലായിരുന്നു കുടുംബം. CBI അന്വേഷണം പോലും ചില ഭാഗങ്ങളിലേക്ക് കടന്നില്ല. പ്രത്യേകിച്ച് കുറ്റക്കാർ അത് സഞ്ജയ് റോയ് മാത്രമല്ല, കൂടുതൽ പേരുണ്ടെന്ന് കുടുംബം. അതിനിടയിലാണ് അപൂർവങ്ങളിൽ അപൂർവമായ കേസാണെന്ന് പരിഗണിക്കാൻ കഴിയില്ല എന്ന് കോടതി തന്നെ വ്യക്തമാക്കുന്നത്. അതാണ് ഇപ്പോൾ കുടുംബം ഏതായാലും ചോദ്യം ചെയ്യുന്നത്. ഏതായാലും കുടുംബം അതൃപ്തി അറിയിച്ചതിന് പിന്നാലെ തന്നെ ബംഗാൾ സർക്കാരും ഇത്തരത്തിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്ന് അറിയിച്ചിട്ടുണ്ട്. കാരണം ഇത് രാഷ്ട്രീയമായി ഉണ്ടാക്കാൻ പോകുന്ന പ്രത്യാഘാതം തിരിച്ചറിഞ്ഞുകൊണ്ട് തന്നെയാണ് സർക്കാരിന്റെ ഇത്തരം നീക്കം. മാത്രവുമല്ല, മമതാ ബാനർജി പ്രതികരിച്ചിരിക്കുന്നത് ഞങ്ങളാണ് കേസ് അന്വേഷിച്ചിരുന്നെങ്കിൽ വധശിക്ഷ തന്നെ ഉറപ്പാക്കുമായിരുന്നു. അപ്പോൾ CBIക്ക് മേൽ പഴിചാരുന്ന നിലപാട് ഇപ്പോൾ ബംഗാൾ സർക്കാരും സ്വീകരിച്ചിരിക്കുന്നു. ഏതായാലും പ്രതിപക്ഷം ഈ വിഷയം രാഷ്ട്രീയമായി മമതാ സർക്കാരിനെതിരെ ഉന്നയിക്കുമെന്ന കാര്യത്തിൽ സംശയമില്ല. അതുകൂടി മുന്നിൽ കണ്ടുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കാൻ സർക്കാരും തീരുമാനമെടുത്തിരിക്കുന്നത്. ശ്രീജ, PR രാഗേഷാണ് നാഷണൽ ഡെസ്കിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റു വാർത്തകളിലേക്ക് വരാം ഇടവേളയ്ക്ക് ശേഷം. നമസ്കാരം. ട്രംപ് 2.0 സ്വാഗതം എല്ലാ പ്രേക്ഷകർക്കും. ന്യൂസ് അപ്ഡേറ്റ്സിലേക്ക് നോക്കാം. പ്രധാന വാർത്തകൾ. ട്രംപിന്റെ സ്ഥാനാരോഹണമുടൻ ചടങ്ങിന് സാക്ഷിയാകാൻ ലോക നേതാക്കളും വ്യവസായ പ്രമുഖരും. സത്യപ്രതിജ്ഞയ്ക്ക് മുൻപ് വൈറ്റ് ഹൌസിലെത്തി ബൈഡനെ കണ്ടു. അധികാരമേറ്റെടുത്തതിന് പിന്നാലെ 100-ലേറെ ഉത്തരവുകളിൽ ഒപ്പുവെച്ചേക്കും. മംഗളൂരു ബാങ്ക് കവർച്ചയിൽ 3 പ്രതികൾ പിടിയിൽ. അന്തർ സംസ്ഥാന മോഷ്ടാക്കൾ പിടിയിലായത് തമിഴ്നാട്ടിലെ തിരുവണ്ണാമലയിൽ വെച്ച്. കൊള്ളയ്ക്കുപയോഗിച്ച വാഹനവും ആയുധങ്ങളും കണ്ടെടുത്തു. 10 കോടി കവർന്ന 5-അംഗ സംഘത്തിലെ 2 പേർക്കായി അന്വേഷണം. സംസ്ഥാനത്ത് വീണ്ടും ലഹരി കൊലപാതകം. തിരുവനന്തപുരം കിളിമാനൂരിൽ മകന്റെ മർദ്ദനമേറ്റ് ചികിത്സയിലിരുന്ന അച്ഛൻ മരിച്ചു. ഹരികുമാർ. അമേരിക്കയിൽ സുവർണയുഗത്തിന്റെ പിറവിയെന്ന് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. തെക്കൻ അതിർത്തിയിൽ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപിച്ചും പാനമ കനാൽ തിരിച്ചെടുക്കുമെന്ന് ഉറപ്പിച്ചുമാണ് ട്രംപിന്റെ തുടക്കം. സുപ്രധാന തീരുമാനങ്ങൾ പ്രഖ്യാപിച്ച് സത്യപ്രതിജ്ഞയ്ക്കൊപ്പം വിവാദങ്ങൾക്കും ട്രംപ് തുടക്കമിട്ടു. ട്രാൻസ്ജെൻഡേഴ്സിനെ അംഗീകരിക്കില്ലെന്ന തീരുമാനം പ്രതിഷേധങ്ങൾക്ക് വഴിയൊരുക്കും. ലോക നേതാക്കളെയും ശതകോടീശ്വരന്മാരായ വ്യവസായികളെയും സാക്ഷിയാക്കിയായിരുന്നു ട്രംപിന്റെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. I, Donald John Trump, do solemnly swear. I, Donald John Trump, do solemnly swear. That I will faithfully execute. That I will faithfully execute. The office of President of the United States. The office of President of the United States. And will, to the best of my ability. And will, to the best of my ability. Preserve, protect, and defend. Preserve, protect, and defend. The Constitution of the United States. The Constitution of the United States. So help me God. So help me God. Congratulations, Mr. President. ഡൊണാൾഡ് ട്രംപ് അമേരിക്കയുടെ 47ാം പ്രസിഡന്റായി അധികാരമേറ്റു. ഒപ്പം അമേരിക്കയ്ക്കും ലോകത്തിനും പ്രതീക്ഷയും ആശങ്കയും ഉയർത്തുന്ന സുപ്രധാന പ്രഖ്യാപനങ്ങളും. ജനുവരി 20, 2025 അമേരിക്കയുടെ വിമോചന ദിനമെന്ന് അടയാളപ്പെടുത്തിയ ട്രംപ് നിലപാടുകളും തീരുമാനങ്ങളും അക്കമിട്ട് നിരത്തി. നിയമവിരുദ്ധ കുടിയേറ്റങ്ങൾ തടയാൻ ദേശീയ അടിയന്തരാവസ്ഥ പ്രഖ്യാപനം. The inflation crisis was caused by massive overspending and escalating energy prices, and that is why today I will also declare a national energy emergency. We will drill, baby, drill. പനാമ കനാൽ ചൈന നിയന്ത്രിക്കുന്നു, അതിനാൽ തിരിച്ചെടുക്കുമെന്നും
ട്രംപ്. China is operating the Panama Canal, and we didn't give it to China. We gave it to Panama, and we're taking it back. മെക്സിക്കൻ ഉൾക്കടലിന്റെ പേര് അമേരിക്കൻ ഉൾക്കടൽ എന്നാക്കി മാറ്റും. ട്രാൻസ്ജെൻഡേഴ്സിന് തിരിച്ചടിയായി മറ്റു ലിംഗങ്ങൾ നിയമപരമായി അനുവദിക്കില്ലെന്ന് വ്യക്തമാക്കി ഡൊണാൾഡ് ട്രംപ്. It will henceforth be the official policy of the United States government that there are only two genders, male and female. വധശ്രമത്തെ അതിജീവിച്ചടക്കം നേരിട്ട പ്രതിസന്ധികൾ എണ്ണിപ്പറഞ്ഞ ട്രംപ് ബൈഡൻ ഭരണത്തെ വിമർശിക്കാനും സത്യപ്രതിജ്ഞാ ചടങ്ങ് വേദിയാക്കി. സുപ്രധാന തീരുമാനങ്ങളോടെ US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ഭരണ തുടക്കം അസ്വാരസ്യങ്ങൾക്കും പ്രതിഷേധങ്ങൾക്കും ഇടയാക്കുമെന്നുറപ്പ്. പ്രൗഢ ഗംഭീരമായ സദസ്സിനെ സാക്ഷിയാക്കിയായിരുന്നു ക്യാപിറ്റോളിലെ സത്യപ്രതിജ്ഞാ ചടങ്ങ്. ലോക നേതാക്കൾക്കൊപ്പം വ്യവസായ പ്രമുഖരും ചടങ്ങിന് സാക്ഷിയായി. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. നിലയ്ക്കാത്ത വെടിയൊച്ചകളും നിലവിളിയും മാത്രം ഉയർന്നിരുന്ന ഗാസയിൽ ഇപ്പോൾ ആശ്വാസത്തിന്റെ കാഴ്ചകളും സന്തോഷത്തിന്റെ ആരവങ്ങളും ഒക്കെ ഉയരുന്നുണ്ട്. പക്ഷേ ഒരു വർഷത്തിലധികം കാലം ഇസ്രയേൽ തടവിൽ കഴിഞ്ഞവരെ സ്വീകരിക്കുന്ന ആഹ്ലാദത്തിലാണ് ഇപ്പോൾ ഗാസയുള്ളത്. കഴിഞ്ഞ ജൂലൈയിൽ ഇസ്രായേൽ സൈന്യം പിടിച്ചുകൊണ്ടുപോയ 20-കാരി ദുനിയ മാറോവ് ഷ്ടായെ ഒരിക്കൽ കൂടി തന്റെ കുടുംബത്തെ കാണുമെന്ന് കരുതിയതല്ല. വീട്ടിലെത്തിയ ഷ്ടായയെ പൂക്കൾ കൊണ്ടൊരുക്കിയ കിരീടവും ബൊക്കയും നൽകിയാണ് വീട്ടുകാരും പരിചയക്കാരും വരവേറ്റത്. ജന്മനാട്ടിൽ തിരികെ എത്തിയതിൽ പറഞ്ഞറിയിക്കാൻ കഴിയാത്ത സന്തോഷമുണ്ടെന്നും അതേസമയം പോരാട്ടത്തിൽ കൊല്ലപ്പെട്ടവരെ ഓർക്കുമ്പോൾ വേദനിക്കുന്നുവെന്നും ഷ്ടായെ പ്രതികരിച്ചു. താൻ കാണുന്നത് യാഥാർത്ഥ്യമാണോ സ്വപ്നമാണോ എന്ന് മനസ്സിലാകുന്നില്ല. ഈ കഴിഞ്ഞ നാളുകൾ ഇനിയൊരിക്കലും ആവർത്തിക്കരുതേ എന്നാണ് പ്രാർത്ഥനയെന്നും തടവറവാസം അവസാനിച്ച ഈ 20-കാരി പറയുന്നു. ربنا يديم علينا هالفرحة والنصر والحرية لآخر نفس بهالحياة وإن شاء الله بتكمل بالنصر التام والحرية العاجلة للبلاد أجمع وإن شاء الله كل هالزول بتتبيض وبنخزي السجان. ഇസ്രായേൽ ജയിലിൽ തങ്ങൾ നേരിട്ട മനുഷ്യാവകാശ ലംഘനങ്ങളാണ് ഹാദിയ ഷട്ടാരയ്ക്ക് പറയാനുള്ളത്. മനുഷ്യന്റെ അടിസ്ഥാന ആവശ്യങ്ങൾ പോലും ജയിലിൽ ലംഘിക്കപ്പെടുകയാണ്. സ്ത്രീയാകട്ടെ പുരുഷനാകട്ടെ ഉടുക്കാൻ വസ്ത്രം പോലും ലഭ്യമാക്കിയിരുന്നില്ല. മോശപ്പെട്ട സാഹചര്യമാണെന്നും ഇപ്പോഴും തടവിൽ കഴിയുന്നവരുടെ കാര്യത്തിൽ ഇടപെടൽ വേണമെന്നും ഷടാര ആവശ്യപ്പെടുന്നു. اليوم ملابس لا يمتلكون الأسرى والأسيرات. الوضع في السجن جنوني وعن جد بحاجة لإضاءة عليه وتركيز عليه وعلى ما يعانيه الأسرى. ഹമാസ് തട്ടിക്കൊണ്ടുപോയ 3 ഇസ്രായേലുകളെ വിട്ടയച്ച് മണിക്കൂറുകൾക്കകമാണ് 90 പലസ്തീനുകളെ ഇസ്രായേൽ വിട്ടു നൽകിയത്. കൂടുതൽ ബന്ധുക്കളെ മോചിപ്പിക്കാനുള്ള ചർച്ചകൾ നടക്കുകയാണ്. തടവിലുള്ളവരിൽ അടുത്ത ബാച്ചിനെ ശനിയാഴ്ച നൽകിയേക്കുമെന്നാണ് റിപ്പോർട്ട്. തിരിച്ചെത്തുന്ന പലസ്തീനികളെ സ്വീകരിക്കാനും വേണ്ട സഹായങ്ങൾ നൽകാനും ഹമാസ് അവരുടെ പോലീസിനെ ഗാസ ഇടനാഴിയിലുടനീളം വിന്യസിച്ചിരിക്കുകയാണ്. ഇന്റർനാഷണൽ ഡെസ്ക്, ന്യൂസ് 18. രാമക്ഷേത്രത്തിന്റെ നിർമ്മാണം അയോധ്യ എന്ന ചെറുപട്ടണത്തിന്റെ മുഖച്ഛായ തന്നെ മാറ്റിക്കഴിഞ്ഞു. 2024 ആഭ്യന്തര വിദേശ സഞ്ചാരികളുടെ പ്രവാഹമായിരുന്നു അയോധ്യയിലേക്ക്. വൻകിട ഹോട്ടലുകളും ബാങ്കുകളും എന്ന് വേണ്ട ഏതാണ്ട് എല്ലാ വലിയ ബിസിനസ് സ്ഥാപനങ്ങളും അയോധ്യയിൽ എത്തിക്കഴിഞ്ഞു. ഒരു വർഷം മുമ്പ് നമ്മൾ വന്ന് കണ്ട രാമക്ഷേത്രമല്ല ഇന്ന്. ഭക്തരുടെ തിരക്കിൽ യാതൊരു കുറവും സംഭവിച്ചിട്ടുമില്ല. കാരണം നമുക്ക് ഇപ്പോഴും ദൃശ്യങ്ങൾ കാണാൻ എത്ര പേരാണ് അവിടെ നിന്ന് ഒരുപാട് ആളുകൾ ഇങ്ങോട്ടേക്ക് വന്നുകൊണ്ടിരിക്കുക. ഏതായാലും ഈ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്ന് നമുക്ക് പരിശോധിക്കാം. കഴിഞ്ഞ ഒരു വർഷം അയോധ്യ നഗരത്തിൽ ഉണ്ടായ മാറ്റം ചെറുതല്ല. ആഭ്യന്തര വിദേശ സഞ്ചാരികളുടെ വരവ് ഇവിടുത്തെ ബിസിനസ് മേഖലയുടെ മുഖച്ഛായ മാറ്റി. എല്ലാ ബാങ്കുകളും ബ്രാഞ്ചുകളും ATMകളും ആരംഭിച്ചു. വലിയ വലിയ ഹോട്ടൽ ശൃംഖലകൾ തങ്ങളുടെ ബ്രാഞ്ചുകൾ അയോധ്യയിലേക്ക് എത്തിച്ചു. പ്രാദേശിക വ്യാപാരികൾക്ക് ബിസിനസ് രംഗത്ത് വലിയ വളർച്ചയുണ്ടായി. സ്ഥലത്തിന്റെ വില 10 മടങ്ങ് വർദ്ധിച്ചു. പതിയെ പതിയെ ഒരു വലിയ നഗരമായി മാറുകയാണ് അയോധ്യ. शब्दों में बयां कि इनको हम मिल लिए, प्रभु जी हमें मिल गए. जय श्री राम. पूरा संविधान कैसा लग रहा है?
बहुत बढ़िया, सब कुछ बहुत अच्छा है. All thanks to all the facilities we have taken, क्योंकि इतनी बड़ी पॉपुलेशन को संभालना बहुत मुश्किल था और बहुत अच्छे से मैनेज हो रहा है. हम आए बहुत खुश है. हम बहुत साल बाद भगवान को मंदिर में हम इससे बहुत खुश है. भगवान की जय जय हो, भगवान का मंगल हो. सीता महारानी के साथ भगवान का बहुत बहुत मंगल हो. जय श्रीमन्नारायण, जय श्रीमन्नारायण. അയോധ്യയിലേക്ക് പുതുതായി 100ഓളം തീവണ്ടി സർവീസുകൾ ആരംഭിച്ചു. അന്താരാഷ്ട്ര വിമാനത്താവളത്തിൽ നിന്ന് സഞ്ചാരികളുമായി വിമാനങ്ങൾ കുതിച്ചുയരുന്നു. ലതാ ചൌക്ക് മുതൽ ക്ഷേത്രം വരെയുള്ള വഴികളിൽ വലിയ സുരക്ഷയിലാണ് കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. തിരക്കുള്ള സമയങ്ങളിൽ പ്രദേശവാസികളുടെ വാഹനങ്ങൾക്ക് പോലും പ്രവേശനമില്ല. പൂർണ്ണ സുരക്ഷയിലാണ് എപ്പോഴും നഗരവും ക്ഷേത്ര പരിസരവും. ഒരു ചെറിയ ഗ്രാമമായിരുന്ന അയോധ്യയ്ക്ക് രാമക്ഷേത്രം കൊണ്ടുവന്ന മാറ്റങ്ങൾ ചെറുതല്ല. എല്ലാ മേഖലകളും വികസിക്കുകയാണ്, അതും അതിവേഗം. ഒരു വലിയ നഗരമായി അയോധ്യ മാറാൻ ഇനി അധികം സമയം വേണ്ട. കാരണം ഇന്റർനാഷണൽ തലത്തിലുള്ള മിക്ക കമ്പനികളുടെയും നോട്ടം അയോധ്യയിൽ പതിഞ്ഞിട്ട് വർഷങ്ങളായി. പ്രശാന്ത് മംഗലശ്ശേരിക്കൊപ്പം രഞ്ജിത് രാമേന്ദ്രൻ, അയോധ്യ. സംഗീതം ആസ്വദിക്കാൻ ഗ്രാമഫോൺ മുതൽ അത്യാധുനിക ഉപകരണങ്ങൾ വരെ സൂക്ഷിക്കുന്ന ഒരു തിരുവനന്തപുരം സ്വദേശിയാണ് ഇനി പരിചയപ്പെടുത്തുന്നത്. വെള്ളറട സ്വദേശി പ്രസാദിന്റെ പക്കലാണ് അപൂർവമായ ശേഖരമുള്ളത്. ഗ്രാമഫോൺ മുതൽ പെൻഡ്രൈവ് വരെ 1.5 പതിറ്റാണ്ട് മുൻപാണ് പ്രസാദ് ഇവ ശേഖരിച്ചു തുടങ്ങിയത്. കൗതുകമുണർത്തുന്നതാണ് ഓരോ വസ്തുക്കളും. പ്രസാദിന് സംഗീതത്തോടുള്ള ഇഷ്ടം വ്യക്തമാക്കുന്നതാണ് ഇവയൊക്കെ. പഴയകാല പാട്ടുകളോടുള്ള അടങ്ങാത്ത കമ്പമാണ് ഗ്രാമഫോണിനോടുള്ള താല്പര്യത്തിന് പിന്നിൽ. ഇതിനു പുറമെ റെക്കോർഡ് പ്ലെയർ, പൂൾ ടേപ്പ്, ടേപ്പ് റെക്കോർഡർ, കാസറ്റ് ഡെക്ക്, ആദ്യകാല ഫോൺ റെക്കോർഡർ തുടങ്ങിയവയുമുണ്ട്. ഞാൻ ഈ 2010 കളക്ട് ചെയ്യുന്ന സമയത്ത് തന്നെ LP റെക്കോർഡ് ആദ്യം എനിക്ക് കിട്ടിയത് ഈ സത്യം ആഡിയോസിൻ്റെ ഒരു റെക്കോർഡ്. അപ്പോൾ ഞാൻ പോയപ്പോൾ തിരുവനന്തപുരത്ത് ഒരു മ്യൂസിക് ഷോപ്പിലുണ്ടായിരുന്നു. അത് എൻ്റെ കയ്യിൽ കിട്ടി. അതെൻ്റെ കയ്യിൽ കിട്ടിയെങ്കിലും ഇന്ന് പലരുടെയും കയ്യിൽ അതില്ല. അപ്പോൾ അതിനുശേഷമാണ് ഞാൻ ഇതിൻ്റെ കൂടുതൽ കളക്ഷൻ, ഒത്തിരി റെക്കോർഡുകൾ ഇറങ്ങിയിട്ടുണ്ടെന്നും ദാസേട്ടൻ്റെ തന്നെ ഒത്തിരി ഓളിയങ്ങൾ മലയാളം പാട്ടിൻ്റെ ഇറങ്ങിയിട്ടുണ്ടെന്നൊക്കെ അറിഞ്ഞത്. അതനുസരിച്ച് ഞാൻ ഒത്തിരി കളക്ട് ചെയ്തിട്ടുണ്ട്. മലയാളം, തമിഴ്, ഇംഗ്ലീഷ്, ഹിന്ദി തുടങ്ങിയ ഭാഷകളിലെ 1000ഓളം റെക്കോർഡുകളും 5000ഓളം സ്റ്റീരിയോ കാസറ്റുകളും പ്രസാദിന്റെ ശേഖരത്തിലുണ്ട്. കലാകാരന്മാരുടെ ദേശീയ സംഘടനയായ നന്മയുടെ അംഗം കൂടിയാണ് പ്രസാദ്. പൊതുജനങ്ങൾക്ക് കാണാനും സംഗീതം ആസ്വദിക്കാനും വീടിനോട് ചേർന്ന് ഒരു മ്യൂസിയം തയ്യാറാക്കണമെന്നാണ് ആഗ്രഹം. ഉപകരണങ്ങളുടെ അറ്റകുറ്റപ്പണി നടത്താൻ ടെക്നീഷ്യന്മാരുടെ കുറവുള്ളതാണ് വെല്ലുവിളിയെന്ന് പ്രസാദ് പറയുന്നു. ന്യൂസ് 18 തിരുവനന്തപുരം. 5ാം ക്ലാസ്സുകാരിയായ ആദിശ്രീയും കൂട്ടുകാരും വ്യത്യസ്തമായ ഒരു ഉദ്യമത്തിന് തുടക്കം കുറിച്ചിരിക്കുകയാണ്. 15,000 വിത്തുകൾ മുളപ്പിക്കാനാണ് ആദിശ്രീയുടെ തീരുമാനം. നെടുങ്കണ്ടം പഞ്ചായത്ത് സ്കൂളിലെ വിദ്യാർത്ഥിനിയാണ് ആദിശ്രീ. തന്റെ 10ാം പിറന്നാൾ ദിനത്തിൽ പയറിന്റെയും ചോളത്തിന്റെയും വിത്തുകൾ നിറച്ച പാക്കറ്റുകളുമായാണ് സ്കൂളിലെത്തിയത്. സ്കൂളിലെ 615 വിദ്യാർത്ഥികൾക്കും 25 അധ്യാപകർക്കും ആദിശ്രീ വിത്ത് നിറച്ച പാക്കറ്റുകൾ നൽകി. ഞാൻ പേപ്പർ കവറിലാണ് പാക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പൊ വലിച്ചെറിഞ്ഞാലും നമുക്ക് അതിലൂടെ മഴ പെയ്യുമ്പോൾ കിളുത്ത് വരും. അങ്ങനത്തെ രീതിയിലാണ് ഞാനിത് കൊടുത്തിരിക്കുന്നത്. ഞാനും എൻ്റെ അച്ഛയും കൂടെയാണ് ഞങ്ങളിത് പ്ലാൻ ചെയ്തത്. ആകെ 15,000 വിത്തുകൾ മുളപ്പിക്കാനാണ് തീരുമാനം. ചെറുപ്രായത്തിൽ തന്നെ പൊതുസ്ഥലങ്ങളിലടക്കം വൃക്ഷത്തൈകൾ നട്ടുപരിപാലിച്ച് പ്രകൃതി സംരക്ഷണത്തിന്റെ സന്ദേശം പകർന്നു നൽകുന്ന ആദിശ്രീയുടെ ഉദ്യമം സ്കൂളും ഏറ്റെടുത്തു. ആദിശ്രീ ഇതിന്റെ പിന്നിൽ വലിയ ഒരു ലക്ഷ്യമുണ്ട്. വിഷരഹിതമായ പച്ചക്കറി പഞ്ചായത്ത് UP സ്കൂളിലെ മുഴുവൻ കുട്ടികളുടെയും വീട്ടിൽ ഉൽപ്പാദിപ്പിച്ച് അത് കഴിക്കുക, അതിനുവേണ്ടിയുള്ള ഒരു വലിയ ശ്രമമാണ് ഈ മിടുക്കി ഈ പിറന്നാൾ ദിനത്തിൽ നടത്തിയിരിക്കുന്നത്. ബാംഗ്ലൂരിൽ നിന്നാണ് ആവശ്യമായ വിത്തുകൾ എത്തിച്ചത്. ഓരോരുത്തർക്കും നൽകേണ്ട വിത്തുകൾ അച്ഛൻ അനിൽകുമാറിനൊപ്പം ചേർന്ന് ചെറിയ പേപ്പർ പാക്കറ്റുകളിലാക്കിയാണ് സ്കൂളിലെത്തിച്ചത്. സ്കൂൾ പരിസരത്തും വിത്തുകൾ നട്ടു. ന്യൂസ് 18 ഇടുക്കി. രാവിലെയുടെ സമയം 9 മണി വാർത്തയുടെ സമയമൊക്കെ ഏതാണ്ട് ഇവിടെ അവസാനിക്കുകയാണ്. ഇനി ഈ ദിവസത്തെ ഏറ്റവും പ്രധാനപ്പെട്ട വാർത്തകൾ തുടങ്ങുകയും അത് ചർച്ചയാവുകയും ചെയ്യുന്ന സമയം ന്യൂസ് ട്രെൻഡ്സിൽ അപർണ കുറുപ്പ് ചേരും. എല്ലാ പ്രേക്ഷകർക്കും ഒരു നല്ല ദിവസം ആശംസിക്കുന്നു. ഇടവേളയ്ക്ക് ശേഷം ന്യൂസ് ട്രെൻഡ്സ് കാണാം. കൂത്താട്ടുകുളത്തെ CPM കൗൺസിലറെ തട്ടിക്കൊണ്ടുപോയത് സഭയിലെത്തിച്ച് പ്രതിപക്ഷം.
പൊതുജന മധ്യത്തിൽ വസ്ത്രാക്ഷേപം ചെയ്തെന്ന അടിയന്തര പ്രമേയം. പോലീസ് ഒത്താശയോടെയെന്നും ആരോപണം. പാലക്കാട് ബ്രൂവറി ആരോപണവും സഭയിൽ ഉന്നയിക്കാൻ പ്രതിപക്ഷ നീക്കം. നന്ദി പ്രമേയ ചർച്ചയ്ക്ക് ഇന്ന് തുടക്കം. പാലക്കാട് ബ്രൂവറി അനുമതിയിൽ ഉടക്കി CPI. മുന്നണിയിൽ ചർച്ച ചെയ്യാത്തതിൽ അതൃപ്തി. മന്ത്രിസഭ അനുമതി മാത്രം പോരാ, പാർട്ടി എക്സിക്യൂട്ടീവ് ചർച്ച ചെയ്യും. സമരം ചെയ്യുന്ന വൈദികരുമായി ഇന്ന് കൊച്ചിയിൽ ചർച്ച. വൈദികരുമായി സംസാരിക്കുക ആർച്ച് ബിഷപ്പ് ജോസഫ് പാംപ്ലാനി. സമരത്തിനെതിരായ നടപടി അവസാനിപ്പിക്കണമെന്ന് വൈദികർ. അതിരൂപത